Hi students, അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ റിവിഷൻ ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് ആണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പം അറിയാലോ, ഒരുപാട് സമയം കൊണ്ട് നമ്മൾ എടുത്തൊരു ചാപ്റ്ററാണ്. നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ റിവിഷനുള്ള രീതിയിൽ പറഞ്ഞു പോകാവുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ നോട്ട് കയ്യിലുണ്ടാവും, അത് വായിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റൈസ് ദ ഹാൻഡ് ഉപയോഗിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പോകാം. ഓക്കെ, നമുക്കറിയാം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് രണ്ട് കൺസെപ്റ്റുകളായിട്ടാണ് നമ്മൾ എല്ലാം പഠിച്ചത്. ഒന്ന് തിയററ്റിക്കൽ, ആദ്യം വരുന്ന ഒരുപാട് ഇക്വേഷൻസ് ബേസ്ഡ് കൺസെപ്റ്റുകളുണ്ട് ഡയറക്റ്റ്ലി. രണ്ട് നമ്മൾ സർക്യൂട്ട് അനാലിസിസ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ആദ്യം തിയററ്റിക്കൽ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെത്തേഡുകളൊക്കെ എന്തായാലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നമ്മളതൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല മെയിനായിട്ട്. പിന്നീട് നമ്മൾ പഠിച്ചത് സെല്ല്, അതിൻ്റെ സെൽ കോമ്പിനേഷൻസ് ആണ്. പിന്നെ ക്രിച്ചോസ് വോൾട്ടേജിലോ ക്രിച്ചോസ് കറണ്ടിലോ ആണ്. പിന്നെ മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും ലാസ്റ്റിൽ ദ ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. അത് ജൂൾസ് ലോയും ഇലക്ട്രിക് പവറിൻ്റെയും ബൾബിൻ്റെയും കേസിൽ വരുന്ന കൺസെപ്റ്റുകളിൽ വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇത് നമ്മളത് ഡിസ്കഷൻ ചെയ്യാം. അതിന് മുന്നേ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്, അത് ഓർത്ത് വെക്കുക. അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോട്ട് നോക്കി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇലക്ട്രിക് കറണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതെ വെറുതെ ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് റാൻഡം ഓറിയൻറ്റേഷനാണ്. കാരണം ബിക്കോസ് ഓഫ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ റാൻഡം ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് ഡസ് നോട്ട് ഹാവ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ആവറേജ് വെലോസിറ്റി നമ്മൾ തെർമൽ വെലോസിറ്റി എന്നാണ് വിളിച്ചത്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ഇലക്ട്രോണിൻ്റെ കേസിലുള്ള നെറ്റ് ആവറേജ് വെലോസിറ്റിയെ തെർമൽ വെലോസിറ്റി എന്നാണ് വിളിച്ചത്. അപ്പോൾ ആവറേജ് തെർമൽ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് ആവറേജ് തെർമൽ വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്തത് 0 ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി 0 എന്ന് എടുക്കരുത്. ആവറേജ് വാല്യൂ മാത്രമാണ് 0. ഒരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി പ്രസൻ്റ് ആണ്. അത് കാണാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് VRMS² എന്ന് പറയുന്ന 3/2 kBTക്ക് ഈക്വൽ ചെയ്തിട്ട് നമ്മൾ RMS വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതെപ്പോഴും 0 കിട്ടണമെന്നില്ല. പക്ഷേ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും ആവറേജ് കൺസെപ്റ്റ് എടുക്കുമ്പോൾ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫ്ലോയിങ് ടുവാർഡ്സ് ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ടുവാർഡ്സ് റൈറ്റ് കൺസിഡർ ചെയ്യുകയും അങ്ങനെയാണ് നമ്മുടെ നെറ്റ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ തെർമൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു കണ്ടക്ടറുടെ ഫ്ലോ ചെയ്യുന്ന കൺസെപ്റ്റാണ് ഇവിടെ വരച്ചേക്കുന്നത്. നമുക്കറിയാം, അതിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഇലക്ട്രോൺസ് ആക്ച്വലി ഈ VAB അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E എന്ന് എടുക്കുക. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ യൂണിഫോം ആകും. ബട്ട് ത്രൂ ദ കണ്ടക്ടർ ദറ്റ് ഇസ് ബിക്കം നോൺ യൂണിഫോം ആണ്. അപ്പോൾ ഇയാളൊരു ആക്ച്വലി ഇഫക്റ്റീവ് മോഷൻ ഓഫ് ദിസ് ഇലക്ട്രോൺ ഈസ് ഓൾവേസ് ഫ്രം ലോവർ പൊട്ടൻഷ്യൽ ടു ദി ഹയർ പൊട്ടൻഷ്യലാണ്. ഇഫക്റ്റീവ് മോഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. പക്ഷേ അതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആകണമെന്നില്ല, അതൊരു കർവ്ഡ് മോഷൻ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഒരു കർവ്ഡ് പാത്തിലൂടെ ആയിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇൻ ബിറ്റ്വീൻ ടു സക്സീവ് കൊളീഷൻ നമുക്ക് ടൈം ഇൻ്റർവൽ നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് വിളിച്ചിട്ടുണ്ട്. ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ ബിറ്റ്വീൻ ടു സക്സീവ് കൊളീഷൻ നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഇഫക്റ്റീവ് മോഷൻ ദ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അവിടെ ഒരു ആവറേജ് വെലോസിറ്റി പ്രസൻറ്റ് ആകുകയും ആ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിച്ചത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ നമ്മൾ പറഞ്ഞു 10⁻⁵ മീറ്റർ/സെക്കൻഡ് 10⁻⁻⁵ മീറ്റർ/സെക്കൻഡ് ആ റേഞ്ചിലായിരിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. റിലാക്സേഷൻ ടൈമിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10⁻⁻14 സെക്കൻഡ് റേഞ്ചിലാണ് വരിക. ആൻഡ് മീൻ ഫ്രീ പാത്തിൻ്റെ ഓർഡർ നമ്മൾ 10⁻⁻10 മീറ്റർ ആണെന്ന് നമ്മൾ ഓർഡർ പഠിക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കറണ്ടിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, എഫക്റ്റീവ് മോഷൻ്റെ ഡയറക്ഷൻ നോക്കുക. അപ്പോൾ എഫക്റ്റീവ് മോഷൻ ഓഫ് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് നമ്മളെന്ത് പറഞ്ഞത്, കറണ്ട് ഈസ് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് മൂവ് ചെയ്യണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പ്രസൻറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ മോഷൻ കറണ്ട് മൂവ് ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആവും. നെറ്റ് ചാർജ് ഓഫ് ദിസ് കണ്ടക്ടർ 0 ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് ഓഫ് ദിസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ 0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എക്സിസ്റ്റ് വിത്തിൻ ദ കണ്ടക്ടറാണ്. എക്സ്റ്റേണൽ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല ഫോർ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റീസൺ ഓർക്കണം, നെറ്റ് ചാർജ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഓൾവേസ് 0 ആണ്. അതുകൊണ്ട് തന്നെ പുറത്ത് ആരില്ലാത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എക്സിസ്റ്റ് വിത്തിൻ ദ കണ്ടക്ടർ, അകത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണം. മനസ്സിലായോ? പിന്നെ കറണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ സ്പീഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്.
ത്രൂ ദ കണ്ടക്ടർ ദ പ്രൊപ്പഗേഷൻ സ്പീഡ് ഓഫ് ദ കറണ്ട് ഈസ് ഓൾവേസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ലൈറ്റ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. പിന്നെ ഇതിൽ ഓർക്കേണ്ട ഇക്വേഷൻസ് ബേസ്ഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒന്ന് കറണ്ടാണ്. കറണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആവറേജ് കറണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഓരോ ടൈം ഇൻ്റർവെല്ലും കറണ്ട് ഫ്ലോ ചിലപ്പോൾ വേരിയേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും എല്ലാം ആവറേജ് കൺസെപ്റ്റാണ്. അപ്പോൾ വെലോസിറ്റി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്, മീൻ ഫ്രീ പാത്തും ആവറേജ് കൺസെപ്റ്റാണ്, റിലാക്സേഷൻ ടൈം ആക്ച്വലി ആവറേജ് കൺസെപ്റ്റാണ്. നമുക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന നെറ്റ് കറണ്ടിന് ആവറേജ് കറണ്ട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അത് നെറ്റ് ചാർജ് ഫ്ലോയിങ് ത്രൂ ബൈ ടോട്ടൽ ടൈം ടേക്കൺ, ഇതാണ് ആവറേജ് കറണ്ടിൻ്റെ ഇക്വേഷൻ വരിക. അതൊരു ഇൻസ്റ്റൻറ്റിൽ ഉള്ള കറണ്ട് ആണെങ്കിൽ ഇൻസ്റ്റൻറ്റീനിയസ് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റീനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ നമ്മളിത് ചെയ്യേണ്ടത് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഇത് ഉപയോഗിക്കുന്നത് ചാർജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ചാർജ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടാണ് കറണ്ട് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. തിരിച്ച് കറണ്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം തന്നിട്ട് ചാർജ് കാണാൻ പറയുകയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ആ കൺസെപ്റ്റുകളൊക്കെ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച പോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണെങ്കിൽ നെറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു ആരാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെന്ന് ഓർക്കണം. ആൻഡ് സ്മോൾ എൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഡെൻസിറ്റി ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ് നമ്മൾ നമ്പർ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ എൻ നമ്പർ ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്, മാറിപ്പോകരുത്. ആൻഡ് ക്യൂ ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻസ് മാറ്റി എഴുതാം. കാരണം ആ സമയത്തുള്ള നെറ്റ് കറണ്ട് ആണെങ്കിൽ നെറ്റ് ചാർജിന് പകരം നമ്മൾ എൻ ഇൻറ്റു ഇ എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതും. ഇതായിരിക്കും കറണ്ട് ഫ്ലോൻ്റെ ഇക്വേഷൻസ് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് ഒരുപാട് ഉണ്ടാക്കും, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. ഇനി നമുക്ക് നമ്പർ ഡെൻസിറ്റിൻ്റെ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും സോൾവ് ചെയ്ത് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ 1/t ഫ്രീക്വൻസി കൊടുത്തിട്ട് ചാർജിൻ്റെ ഫ്രീക്വൻസിയാണ് കറണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക്കലി കറണ്ടിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇനീഷ്യലി തന്നെ ഒന്ന് ഓർത്ത് വെക്കണം, കാരണം പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലായല്ലോ? പിന്നീട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കറണ്ട് ഡെൻസിറ്റിയാണ്. കറണ്ട് ഡെൻസിറ്റി ഇസ് റിപ്രസെൻറ്റഡ് ബൈ ജെ ആണ്. കറണ്ട് ഡെൻസിറ്റി ഓർമ്മയുണ്ടാവും. കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഇവിടെ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കറണ്ട് ഡെൻസിറ്റിക്ക് കറണ്ട് ഫ്ലോയിങ് ത്രൂ പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ I/A എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ കൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ വെക്കുക. ക്യാൻ അപ്ലിക്കബിൾ ഓൺലി വെൻ area vector along the direction of current. ആ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓർക്കണം. ഡയറക്ഷൻ ഓഫ് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം ഏരിയ വെക്ടർ. അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ പെർപെൻഡിക്കുലർ ടു കറണ്ട് ഡയറക്ഷൻ ആയിരിക്കണം. കാരണം ഇതാണ് ഏരിയ എങ്കിൽ അതിന് നോർമൽ എപ്പോഴും ഇതാണ് നോർമൽ വരിക, കറണ്ട് അതേ ഡയറക്ഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം കറണ്ട് ഡയറക്ഷൻ, എങ്കിൽ മാത്രമേ കറണ്ട് ഡെൻസിറ്റിക്ക് I/A എന്നുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർത്ത് വെച്ചേക്കണം. മനസ്സിലായോ? ഇവിടെ തന്നെ വേരിയബിൾ ആണെങ്കിൽ J is equal to di/d. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യമാണ്. വേരിയേഷൻ ടേമിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. മനസ്സിലായല്ലോ? അതിൽ തന്നെ യൂണിഫോം ക്രോസ് സെക്ഷൻ, നോൺ യൂണിഫോം ക്രോസ് സെക്ഷനാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പ്രത്യേകത നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ കൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ടിൻ്റെ കൺസെപ്റ്റിൽ എപ്പോഴും കറണ്ട് എൻറ്ററിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലിവിംഗ് ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ എൻറ്ററിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ലിവിംഗ് കറണ്ട് ആയതുകൊണ്ട്, യൂണിഫോം ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഏതൊരു ക്രോസ് സെക്ഷൻ ഞാനിവിടെ കൺസിഡർ ചെയ്താലും ഏരിയ കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ ക്രോസ് സെക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഫോർ എ യൂണിഫോം ക്രോസ് സെക്ഷണൽ കണ്ടക്ടർ ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നോട്ട് ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, നോട്ട് ഓൺലി ദ ഏരിയ, കറണ്ട് കൂടി കോൺസ്റ്റൻ്റ് ആണ്. അത് ഓർത്തോണം. എൻറ്ററിങ് ഇസ് ഈക്വൽ ടു ലിവിംഗ് ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് J പ്രൊപ്പോർഷണൽ ടു 1/A എന്നുള്ള കോമൺ കൺസെപ്റ്റ് വരും. കാരണം നമ്മുടെ കൺസെപ്റ്റുകളിൽ കറണ്ട് ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ് എന്നാണ് കൺസെപ്റ്റ് സ്റ്റഡി സ്റ്റേറ്റിൽ. അപ്പോൾ J പ്രൊപ്പോർഷണൽ 1/A ആണ്. പക്ഷേ ഇവിടെ യൂണിഫോം ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഏരിയ കൂടി കോൺസ്റ്റൻ്റ് ആകും. ദഫോ J എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എപ്പോഴും ഏത് ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്താലും ആരായിട്ട് മാറും? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നോൺ യൂണിഫോം ക്രോസ് സെക്ഷണൽ കണ്ടക്ടറാണ് ഗിവണെങ്കിൽ ഇത് നോൺ യൂണിഫോം ആണ്. കറണ്ട് എൻറ്ററിങ് ഇസ് ഓൾവേസ് ഈക്വൽ ടു കറണ്ട് ലിവിംഗ് ആണ്. പക്ഷേ ഇവിടെ ഏരിയ ക്രോസ് സെക്ഷൻ ആരാണ്? വേരിയിങ് ആണ്. ഇസ് ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈഡ് ആണ്. അപ്പോൾ അവിടെ കറണ്ട് സെയിം ആയതുകൊണ്ട് ഇത്തരം കൺസെപ്റ്റുകൾ വരുമ്പോൾ കറണ്ട് ഡെൻസിറ്റി ഇസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A എന്ന് എഴുതിയിട്ട് വേണം സോൾവ് ചെയ്യാൻ. അതായിരിക്കും അവിടെ ഏരിയയും കറണ്ട് ഡെൻസിറ്റി തമ്മിൽ റിലേഷൻ. ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ വെൻ ഏരിയ ഇൻക്രീസസ് ദ കറണ്ട് ഡെൻസിറ്റി വിൽ ഡിക്രീസസ്. ഈ ഒരു കൺസെപ്റ്റ് കറണ്ട് ഡെൻസിറ്റിയിലൊന്ന് ഓർത്ത് വെക്കുക. പിന്നീട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു, ഓർഡറും പറഞ്ഞു കഴിഞ്ഞു. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻസ് നിങ്ങൾ ഓർത്താൽ മതി. VD is equal to E ടോ
ഡിവൈഡഡ് ബൈ എം ആണ്. പക്ഷേ ഇത് വെക്ടർ ഫോർമാറ്റിലാണ് എഴുതുന്നെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി വരും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ദർ ഷുഡ് ബി എ നെഗറ്റീവ് സൈൻ. ഇപ്പോൾ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ആണ്, റിലാക്സേഷൻ ടൈം ആണ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ റിലേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം. എല്ലാ ക്വാണ്ടിറ്റികളും എന്താണെന്ന് കൂടി ഓർക്കുക. ഇവിടെ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഇലക്ട്രോൺ ചാർജ് ഓഫ് ഇലക്ട്രോൺ മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. ടോ കൂടി കോൺസ്റ്റന്റ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ റിലേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എനിക്ക് ഇ ടോ ബൈ എം എന്ന് എഴുതാം, സ്മോൾ ഇ ടോ ബൈ എം എന്ന് എഴുതാം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ പറയുന്ന ഈ ടോ എമ്മിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. നമ്മളതിനെയാണ് മൊബിലിറ്റി എന്ന് വിളിക്കുക. മൊബിലിറ്റി ഇസ് റെപ്രസെൻറ്റഡ് ബൈ മ്യൂ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് മൊബിലിറ്റി ഇക്വേഷൻസ് വരെ വി ഡി ബൈ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം ആണ്. അപ്പോൾ മൊബിലിറ്റി ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ? അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് വരിക. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻസ് ഓർക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി മൊബിലിറ്റി കൺസെപ്റ്റും കൂടി ആ ഒരു കേസിൽ ഓർത്ത് വെക്കുക. അവിടെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്യണേ എന്നുള്ള ലോജിക്ക് കൂടി നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ ഈ റിലേഷൻസ് ഒക്കെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കൺസെപ്റ്റിലൊന്ന് ഓർത്ത് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അവിടെ ഒന്ന് ഓർക്കുക. പിന്നെ ഓംസ് ലോ ജനറലി നമ്മൾ പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. വോൾട്ട്മീറ്ററും അമ്മീറ്ററുമാണ്. ഒരു ക്വസ്റ്റ്യനിൽ വോൾട്ട്മീറ്ററും അമ്മീറ്ററും തന്നിട്ട് അവയുടെ റെസിസ്റ്റൻസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദ വോൾട്ട്മീറ്റർ ആസ് വെൽ ആസ് എ ഗിവൺ ഐഡിയൽ അമ്മീറ്റർ. രണ്ടാളും ഐഡിയലായിട്ട് കൺസിഡർ ചെയ്യണം. ഓർക്കണം, ഒരു ക്വസ്റ്റ്യനിൽ അമ്മീറ്ററും തന്നിട്ടുണ്ട്, വോൾട്ട്മീറ്ററും തന്നിട്ടുണ്ട്, പക്ഷേ അവരുടെ റെസിസ്റ്റൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വി ക്യാൻ കൺസിഡർ ദ ബോത്ത് ഐഡിയലാണ്. ഐഡിയൽ വോൾട്ട്മീറ്റർ ആണ് നമുക്കറിയാം റെസിസ്റ്റൻസ് ഓഫ് ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻഫിനിറ്റ് ആണ്. ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഐഡിയൽ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഐഡിയൽ വോൾട്ട്മീറ്ററിൽ കൂടി ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതാണ് കൺസെപ്റ്റ്. കാരണം റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആണ്. ഇപ്പോൾ ഇയാൾ ഐഡിയൽ ആണെങ്കിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന മുഴുവൻ കറണ്ടും വോൾട്ട്മീറ്ററിൽ പോകാത്തത് കൊണ്ട് ഈ ബ്രാഞ്ചിലൂടെ മാത്രമേ ആ മുഴുവൻ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതാണ് കൺസെപ്റ്റ്. ഓംസ് ലോയുടെ ബേസിക് സർക്യൂട്ടിലെ പ്രാക്ടിക്കൽ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ആ കണ്ടക്ടറിനെ ക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ട്മീറ്റർ ഐഡിയൽ ആയിരിക്കണം, അതിൽ കൂടി കറണ്ട് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് അമ്മീറ്റർ ഐഡിയൽ ആയിരിക്കണം, എൻ്റെ റെസിസ്റ്റൻസ് 0 ആണ്. റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദിസ് അമ്മീറ്റർ ഇസ് ഈക്വൽ ടു 0 ആണ്. അമ്മീറ്ററിന് അക്രോസ് ആരില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, കാരണം അവിടെ റെസിസ്റ്റൻസ് 0 ആണ്. അതിൻ്റെ അർത്ഥം ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഇവിടെ കൊടുക്കുന്ന കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ആ വി കംപ്ലീറ്റ് നമുക്ക് ഈ ഇൻഡക്ടർ അല്ലെങ്കിൽ കണ്ടക്ടറിന് അക്രോസ് കിട്ടും. അപ്പോൾ ഈ വോൾട്ട്മീറ്റർ റീഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ഗിവൺ പൊട്ടൻഷ്യലായ വി ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. ആൻഡ് അമ്മീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഗിവൺ പൊട്ടൻഷ്യൽ ഡ്രോപ്പിൽ നിന്ന് വരുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഈ അമ്മീറ്റർ കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അമ്മീറ്റർ വിച്ച് ഗീവ്സ് ദ കംപ്ലീറ്റ് കറണ്ട് ദ നെറ്റ് കറണ്ട് എന്ന സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ വോൾട്ട്മീറ്റർ അമ്മീറ്ററിൻ്റെ കൺസെപ്റ്റിൽ സർക്യൂട്ടിൽ വരുന്ന സമയത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടും ഐഡിയലായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ ഇവിടെ ഓർക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്കറിയാം, ഐഡിയൽ കണ്ടീഷൻസ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ടെമ്പറേച്ചർ മെയിൻലി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ദറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു R into I ആണ്. ആർ ഇസ് എ കോൺസ്റ്റന്റ് ഇസ് കോൾഡ് റെസിസ്റ്റൻസ് ആണൊക്കെ നമുക്കറിയാം. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. യൂണിറ്റ് ഓർക്കണം, ഡയമെൻഷൻസ് ഓർക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാണ് ഇക്വേഷൻസ്. അപ്പോൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഇതേ കൺസെപ്റ്റിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇയാളെ ഐഡിയൽ ആയതുകൊണ്ടാണ് നമ്മൾ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് വി എന്ന് എടുത്തത്. ഇനി ഇയാൾ ഐഡിയൽ അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇവിടെ ഞാനൊരു എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ബി എന്നൊരു പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇയാൾ ഐഡിയൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ വി എ ബി കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്തത്, അത് കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു വോൾട്ട്മീറ്ററിന് റെസിസ്റ്റൻസ് പ്രസൻറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് പ്രസൻറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഈ നെറ്റ് കറണ്ട് ഇവിടെ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും.
അപ്പോൾ നമ്മളവിടെ VAB കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് കറണ്ട് ഇൻറ്റു ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കണം. കാരണം ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും ഈ വോൾട്ട്മീറ്ററിൻ്റെ റെസിസ്റ്റൻസും പാരലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനൊരു എഫക്റ്റീവ് വാല്യൂ ഉണ്ടാവും. ആ എഫക്റ്റീവ് വാല്യൂ ഇൻറ്റു നെറ്റ് കറണ്ട് ചെയ്താൽ നമുക്ക് VAB കിട്ടത്തുള്ളൂ. ഇയാൾ ഐഡിയൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. R എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആകുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് കൊളീഷൻസ് ഇൻസൈഡ് ദ കണ്ടക്ടർ അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മറ്റ് അയോൺസായിട്ട് കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം ഓർക്കണം. ആൻഡ് ഓൾസോ റെസിസ്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം ആണെന്ന് ഓർക്കണം. കൊളീഷൻ റേറ്റ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സീവ് കൊളീഷൻ റെഡ്യൂസ് ചെയ്യുമ്പോഴും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ കണക്റ്റിംഗ് ഫാക്ടർ എന്ന് ഓർക്കണം. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് ഈസ് റെസിപ്രോക്കൽ ടു ദ റെസിസ്റ്റൻസ് ആണ് 1/R ആണ്. യൂണിറ്റ് റെസിസ്റ്റൻസിന് യൂണിറ്റിന് ഇൻവേഴ്സ് ഓം ഇൻവേഴ്സ് വരും. ആൻഡ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. ഇതൊക്കെ നിങ്ങൾ സിംപ്ലി ഈ പറയുന്ന ഓംസ് ലോയിൽ ഓർക്കേണ്ട കൺസെപ്റ്റുകളാണ്. സിമ്പിൾ ലോജിക്കാണ്. കാരണം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് അനാലിസിസ് ചെയ്യണം നമുക്ക് എന്തായാലും ഓംസ് ലോൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ വരും. ഇപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കാര്യം അവിടെ ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റ് നമ്മളെപ്പോഴും ഓംസ് ലോൻ്റെ ഓർക്കണം. പിന്നെ ഓമിക് കണ്ടക്ടേഴ്സ് മാത്രം ഒബേ ചെയ്യത്തുള്ളൂ. നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഒബേ ചെയ്യില്ല. സെമി കണ്ടക്ടേഴ്സ് ഈ പറയുന്ന ഡയോഡ്സ് ഒന്നും ഒബേ ചെയ്യില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. പിന്നീട് ഓംസ് ലോ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയുമാണ്. എല്ലാം ഒബേ ചെയ്യില്ല. ഓമിക് ആണെങ്കിൽ മാത്രമേ റെസിസ്റ്റൻസ് കാണാൻ V/I പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നോണോമിക് ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് dV/, സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസുമായി സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട് ചെയ്യേണ്ടി വരും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നോൺ ഓമിക്കിൻ്റെ ടേമിലാണ്. ഈ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ സിംപ്ലി ഓംസ് ലോൻ്റെ കൺസെപ്റ്റിലൊന്ന് ഓർത്ത് വെക്കണം. മനസ്സിലായോ? പിന്നീട് നമ്മൾ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് ആണെങ്കിൽ ഗ്രാഫ് അറിയാം, പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിക്കലി ഓംസ് ലോ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് തമ്മിലുള്ള ഗ്രാഫ് ഗിവണാണ് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം. ഏത് ആക്സിസിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗിവണായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏത് ആക്സിസിലാണ് കറണ്ട് ഗിവണായിട്ട് വരുന്നുള്ള കാര്യം ചിന്തിക്കണം. ചിലപ്പോൾ മാറി തരാറുണ്ട് പൊതുവെ. ഇവിടെ V along Y ആക്സിസും I along X ആക്സിസും ആണെങ്കിൽ വി നോ ദാറ്റ് ഹിയർ ഇസ് എ സ്ലോപ്പ് ഈസ് tan θ ആണ്. ആ സ്ലോപ്പ് നമുക്ക് റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഇവിടെ സ്ലോപ്പ് കൺസിഡർ ചെയ്താൽ ചേഞ്ച് ഇൻ V/, ചേഞ്ച് ഇൻ I ആണ് സ്ലോപ്പ് കിട്ടും. അത് റെസിസ്റ്റൻസ് ആണ്. ഇനി കറണ്ട് അലോങ് Y ആക്സിസും V അലോങ് X ആക്സിസും ആണെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് tan θ എന്ന് പറയുന്നത് നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റൻസ് കിട്ടും. അത് കണ്ടക്റ്റൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രാഫിക്കൽ മെത്തേഡ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റിയാണ് ഗിവൺ എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള ആൻസറിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എപ്പോഴും ആക്സിസ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. മനസ്സിലായോ? പിന്നീട് നമ്മൾ ഇതിൽ ഓർക്കേണ്ടത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറും. അതിന് കാരണം എന്ന് പറയുന്നത് ഓരോരോ മെറ്റീരിയലിനകത്ത് പെർ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് എണ്ണം ഡിഫറൻ്റ് ആണ്. നമ്പർ ഡെൻസിറ്റി ഡിഫറൻ്റ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് എണ്ണം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊളീഷൻ റേറ്റ് മാറും. കൊളീഷൻ റേറ്റ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആര് മാറും? റെസിസ്റ്റൻസ് മാറും. അപ്പം ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് മസ്റ്റ് വൺ നാച്ചർ ഓഫ് ദി മെറ്റീരിയലാണ്. രണ്ട് ലെങ്ത് ഓഫ് ദി മെറ്റീരിയലാണ്. കാരണം നമുക്കറിയാം റെസിസ്റ്റൻസ് ഇസ് ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L ആണ്. ആൻഡ് ഓൾസോ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി മെറ്റീരിയലാണ്. ദാറ്റ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. ഫൈനൽ വൺ ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ ഒന്ന് ഓർത്ത് വെക്കുക. അത് നമ്മൾ ആദ്യം ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇസോ റെസിസ്റ്റൻസിനെ നമ്മൾ സാധാരണ തെർമോഡൈനാമിക്സ് സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെയാണ്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒറിജിനൽ റെസിസ്റ്റൻസ് ഇൻറ്റു ∆Tക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചേഞ്ച് റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ്. ചേഞ്ച് റെസിസ്റ്റൻസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു R0 ∆T എന്ന് എഴുതാം. ആ കോൺസ്റ്റൻ്റ് ആണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ∆R എന്ന് പറയുന്നത് ആക്ച്വലി ഫൈനൽ റെസിസ്റ്റൻസ് മൈനസ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ R0 ∆T ആണ്. Therefore, we can write R is equal to R0 into 1 plus alpha ∆T എന്ന് എഴുതാം. ഇതാണ് ആക്ച്വലി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ റിലേഷൻസ് അക്കോർഡിംഗ് ടു NCERT. NCERT പറയുന്ന റിലേഷൻസ് ഇത് തന്നെയാണ്. ഫൈനൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻറ്റു 1 പ്ലസ് ആൽഫ ∆T. അപ്പോൾ ഈക്വേഷൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ∆T ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. പിന്നീട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ദ സ്മോൾ ചേഞ്ചിൻ്റെ കൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് DR, ദ സ്മോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻറ്റു DT എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ
dr/r0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് വരും ഇൻറ്റു dt എന്ന് വരും. മനസ്സിലായോ? നമ്മൾ ഇൻ്റഗ്രേറ്റ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു r0 ഇൻറ്റു e⁴ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എക്സ്പോണൻഷ്യൻ്റെ ടേമിൽ കിട്ടും. അത് പറിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കാരണം ഓപ്ഷൻസിലെ എക്സ്പോണൻഷ്യലിൻ്റെ ടേമിലാണ് ആൻസർ ഉള്ളതെങ്കിൽ നമ്മളെപ്പോഴും ഇവിടെ ആക്ട് ചെയ്യുന്ന റിലേഷൻസ് ഇതാണ്. ഇതിന് നമ്മൾ പല പല കണ്ടീഷൻസ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഈ റിലേഷൻസിലേക്ക് എത്തുക. നിങ്ങൾ ആ മെത്തേഡ് ഓഫ് ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് പഠിച്ച് വെച്ചാൽ മതി. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞത് ആക്ച്വലി ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് നോട്ട് അറ്റ് ഓൾ എ കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് അല്ല. അക്കോർഡിംഗ് ടു ദ ടെമ്പറേച്ചർ മാറുമ്പോൾ അത് വേരി ചെയ്യും. പക്ഷെ നമ്മളുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റി മാത്രമേ തരത്തുള്ളൂ. അത് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് അസ്യൂം ചെയ്യുവാണ്. പക്ഷേ ആ ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതായിരിക്കണം. സ്മോൾ വേരിയേഷൻ, സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചേഴ്സിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ആൽഫ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ റിലേഷൻസ് ആക്ച്വലി വരുന്നത് r=r0 ഇൻറ്റു 1 + α∆t എന്ന് പറയുന്ന ഇക്വേഷൻ ആക്ച്വലി വരുന്നത് രണ്ട് കേസുകളായിട്ട് നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന് ദ സ്മോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിൻ്റെ കേസും. കാരണം തിയറിറ്റിക്കൽ എക്സാംസിന് അല്ലെങ്കിൽ ബോർഡ് എക്സാംസിനൊക്കെ നമുക്ക് വരുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. കാരണം ഇത് മാത്രമേ നമ്മൾ NCERT പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് NCERT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് കൺസിഡർഡ് ടു വെരി സ്മോൾ എന്നാണ് കൺസെപ്റ്റ്. ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ റേഞ്ചസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ ആണെങ്കിൽ മാത്രമേ ഫൈനൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു r0 ഇൻറ്റു 1 + α∆t എന്ന് പറയുന്ന ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് 0. കാരണം നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ലാർജ് വരുന്ന രീതിയിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മറ്റൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. r2/r1 ഈസ് ഈക്വൽ ടു 1 + α/t2/1 + α/t1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എല്ലാം ഒന്ന് തന്നെയാണ്, ഡിഫറെൻറ്റ് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇതും ഇക്വേഷൻസ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ലാർജ് ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഓർത്താൽ മതി. ടെമ്പറേച്ചർ ഡിഫറൻസ് ലാർജ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമെന്ന് മാത്രം നിങ്ങൾ തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡെറിവേഷൻ നിങ്ങൾ ഓർക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ തന്നെ ഈ ക്വസ്റ്റ്യൻസിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഞാൻ r0 കൊടുത്തെന്ന് വിചാരിച്ചോളൂ. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഞാൻ r0 കൊടുത്തിട്ട് ഞാനൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കുകയും അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷന് കിട്ടും. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് ആണ്. ഇത് സ്മോൾ, ഇത് ലാർജ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ ആ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്ന കണ്ടീഷൻസിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ അറിയേണ്ടത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയില്ലെങ്കിൽ, കാരണം ചില ക്വസ്റ്റ്യൻസിൽ ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം നമുക്ക് ഏത് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. കാരണം ടെമ്പറേച്ചർ അൺനോൺ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യുക. എൻട്രൻസിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ബോർഡ് എക്സാമിന് ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം NCERT പിറകിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ആൽഫ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. NCERT എല്ലാത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അവർ ഒരൊറ്റ ഇക്വേഷൻ വെച്ചേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അവരുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എൻട്രൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻസിൻ്റെ ആവശ്യം വരിക. അപ്പോൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ രണ്ട് രീതി ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് എന്തായാലും അടുത്തടുത്ത ആൻസേഴ്സ് ആയിരിക്കും. പക്ഷേ രണ്ടും ഒരുമിച്ച് എന്തായാലും ഓപ്ഷൻസിൽ വരാറില്ല പൊതുവേ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഒന്ന് ചെയ്ത് കിട്ടുന്ന ആൻസർ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അടുത്ത ഇക്വേഷൻ വെച്ച് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു ആൻസർ എന്തായാലും ഓപ്ഷൻസിൽ കാണാം. അത്രേ ഉള്ളൂ. മനസ്സിലായ? രണ്ടും ഒരുമിച്ച് വരില്ല. ആ ഒരു കണ്ടീഷൻസ് മാത്രം നിങ്ങൾ ഇതിൽ ഓർത്താൽ മതി. പിന്നീട് ടെമ്പറേച്ചർ കോയിഫിഷ്യൻസിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആൽഫ. ആൽഫയുടെ വാല്യൂ പോസിറ്റീവ് ആണ് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ആൽഫ പോസിറ്റീവാണ്. സെമി കണ്ടക്ടേഴ്സിൽ ആൽഫ നെഗറ്റീവാണ്. പറഞ്ഞു മനസ്സിലല്ലോ? ഇൻസുലേറ്റേഴ്സിൽ ആൽഫ നെഗറ്റീവാണ്. അതൊന്ന് ഓർക്കണം. കാരണം കഴിഞ്ഞതല്ല ഇതിന് മുന്നത്തെ വർഷത്തെ നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആൽഫ ഈസ് നെഗറ്റീവ് ഫോർ ബോത്ത് സെമി കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ആൽഫ നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടക്ടേഴ്സിൽ പോസിറ്റീവാണ്, സെമി കണ്ടക്ടേഴ്സിലും ഇൻസുലേറ്റേഴ്സിലും നെഗറ്റീവാണെന്നുള്ള കാര്യം അവിടെ മറക്കാതിരിക്കുക. മനസ്സിലായോ? പിന്നെ ആൽഫയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഓർക്കേണ്ടത് മീറ്റർ ബ്രിഡ്ജ് വയറിൻ്റെയും പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെയും കൺസെപ്റ്റാണ്. മീറ്റർ ബ്രിഡ്ജ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽ കോൺസ്റ്റൻറ്റൈൻ ഓർ മാഗ്നീൻ ആണ്. ബിക്കോസ് ഓഫ് വെരി ലോ ആൽഫ. ആൽഫ കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കണം. കാരണം സറൗണ്ടിങ് ടെമ്പറേച്ചർ മാറിയാലും ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ റെസിസ്റ്റൻസ് അധികം വേരി ചെയ്യരുത്. അങ്ങനെ വേരി ചെയ്യേണ്ടി വന്നാൽ അത് എക്സ്പെരിമെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യും.
അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്റർ ചെയ്യുമ്പോൾ പ്രൈമറി സർക്യൂട്ട് സോൾവ് ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് അധികം വേരി ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ആൽഫ വളരെ കുറഞ്ഞ നെഗ്ലിജിബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് എടുക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന കോൺസ്റ്റന്റിൻ ഓർ മാഗ്നീൻ എടുക്കുന്നതും. പിന്നെ റെസിസ്റ്റൻസ് ബോക്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് ആരാണ് ഈ പറയുന്നത് കോൺസ്റ്റന്റിൻ ഓർ മാഗ്നീൻ തന്നെയാണ്, ബിക്കോസ് വെരി ലോ ആൽഫ. അതൊന്നും ഇവിടെ ആൽഫയുടെ പ്രോപ്പർട്ടികളായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഒരു ഇക്വേഷൻസ് മാത്രം നിങ്ങൾ മെയിൻലി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നീട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഗിവൺ മെറ്റീരിയലാണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നീട് നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എല്ലും ലെങ്ത്തും ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ടു ഏരിയ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്, റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ. ഇതാണ് റെസിസ്റ്റിവിറ്റി റിലേഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റോ റെസിസ്റ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. കാരണം L 1 മീറ്ററും ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ R ഇസ് ഈക്വൽ ടു റോ വരും. യൂണിറ്റ് ഓം മീറ്റർ വരും. ഇതൊക്കെ ഡയമെൻഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. യൂണിറ്റ് ഓർത്ത് വെക്കുക, റോ എൽ ബൈ എ. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ എന്തായാലും കാണാം. നമുക്കറിയാം കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ R ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും ഫോർ കണ്ടക്ടേഴ്സ്. അത് ഓർക്കാം. സെമി കണ്ടക്ടേഴ്സിന് അങ്ങനെയല്ല. സെമി കണ്ടക്ടേഴ്സിന് നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ഫോർ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇവിടെ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ വരുമ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഞാൻ വരച്ചാൽ ഗ്രാഫ് ഇസ് നോട്ട് അറ്റ് ഓൾ എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷേ വീണ്ടും ഞാൻ പറയുവാണ്, സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ റേഞ്ച് ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഗ്രാഫിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരക്കാം. അവിടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് R0 ആണെങ്കിൽ എന്നാണ് കൺസെപ്റ്റ്. പക്ഷേ ടെമ്പറേച്ചർ ഡിഫറൻസ് സ്മോൾ എന്ന് പറയാതെയാണ് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. ആ സമയത്ത് നമ്മൾ ഷുഡ് ബി എ കർവ്ഡ് ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് ആക്ച്വൽ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരിക. പക്ഷേ സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ വി ക്യാൻ പ്ലോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. ഇതേ ഗ്രാഫാണ് റെസിസ്റ്റിവിറ്റിയിലും വരിക. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് വരക്കുമ്പോൾ, കാരണം നമ്മൾ എഴുതിയ ഇക്വേഷൻസ് എന്താ, റെസിസ്റ്റൻസിൻ്റെ ടേമിൽ നമ്മൾ എഴുതിയത് ഫൈനൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇനീഷ്യൽ ഇൻറ്റു 1 + ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനും. ഫൈനൽ റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റോ 1 × 1 + ആൽഫ ഡെൽറ്റ ടി എന്ന് ഒരു ചേഞ്ചസ് ഇല്ല, സെയിം കൺസെപ്റ്റുകളാണ്. മനസ്സിലായോ? കാരണം ഇത് രണ്ട് സെയിം ആണ്. ഇപ്പോൾ L 1 മീറ്ററും A 1 മീറ്റർ സ്ക്വയറും ആണെങ്കിൽ എന്നാണ് കൺസെപ്റ്റ്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ ഗ്രാഫ് വരച്ചാലും സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പാടുള്ളൂ. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫ് വരുന്ന ഈ കർവ്ഡ് ഗ്രാഫ് തന്നെയായിരിക്കും റോട്ടി ഗ്രാഫായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ റോ L ബൈ എ എന്നുള്ള ഇക്വേഷൻ ഓർക്കുക, അല്ലെങ്കിൽ റോ ഇസ് ഈക്വൽ ടു RA/L എന്നുള്ള ഇക്വേഷൻസ് നമ്മൾ അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായാലും ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ആണ് റെസിസ്റ്റിവിറ്റി. ഇനി ഈ റെസിസ്റ്റിവിറ്റി ടേംസിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകൾ എന്ന് ഓർക്കേണ്ടത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ് ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. മെറ്റീരിയൽ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ മാറും, ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ മാറുമ്പോഴും ഈ പറയുന്ന റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ മാറും. പക്ഷേ ഡയമെൻഷൻസ് മാറുമ്പോൾ മാറില്ല. ഒരു മെറ്റീരിയൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു, ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു, ഏരിയ ഡിക്രീസ് ചെയ്യുന്നു, വോളിയം കൂടുന്നു, വോളിയം കുറയുന്നു, വാട്ടർ മേ ബി ദ കൺസെപ്റ്റ്, മാസ് കൂടുന്നു, മാസ് കുറയുന്നു. അവിടെ കോൺഫിഗറേഷൻസ് ഓഫ് എ മെറ്റീരിയൽ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ചസ് ഇല്ല. പക്ഷേ മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് മാറും. കോപ്പർ അലുമിനിയം ആക്കി മാറ്റുവാണെങ്കിൽ മാറും, അല്ലെങ്കിൽ അലുമിനിയം വേറെ അയൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി വേറെ ആയിരിക്കും. പക്ഷേ ഒരേ മെറ്റീരിയലിൽ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും റെസിസ്റ്റിവിറ്റി മാറും. പക്ഷേ ബാക്കിയുള്ള ഒരു ഡയമെൻഷൻസിനെ ആരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ഒന്ന് ഓർത്ത് വെക്കണം. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആണ്, ഇമ്പ്യൂരിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് ചേഞ്ചസ് വരും. കാരണം റെസിസ്റ്റിവിറ്റി ഓഫ് എൻ അലോയി എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി രണ്ട് മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ അലോയുടെ കേസ് അലോയുടെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് മെറ്റലിനേക്കാൾ കൂടുതലാണ്. അലോയിസിനാണ് മെറ്റൽസിനേക്കാളും കൂടുതലായിട്ട് റെസിസ്റ്റിവിറ്റി വരും. അതൊക്കെ കൺസെപ്റ്റാണ്, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി റെസിപ്രോക്കൽ നമ്മൾ കൺസിഡർ ചെയ്താൽ സിഗ്മ ദ കണ്ടക്ടിവിറ്റി വരും. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/ρ ആണ്. മനസ്സിലായി? ദ സിക്വൽ ടു L/RA ആണ്. യൂണിറ്റ് ഇൻവേഴ്സ് വരും. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് കണ്ടക്ടിവിറ്റി കൂടി അവിടെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ നമ്മളിവിടെ ഓർക്കേണ്ടത് ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിലേഷൻസ് ആണ്. കാരണം ഒരുപാട് റിലേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ V/A എന്ന് എഴുതുമ്പോൾ A/L എന്ന് വന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റിയെ എനിക്കെന്ത് എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ബൈ കറണ്ട് ഡെൻസിറ്റി എന്ന് എഴുതാം. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷൻ ടു ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ റിലേറ്റീവ് ഫാക്ടേഴ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. പിന്നീട് റെസിസ്റ്റിവിറ്റിയിലും കണ്ടക്ടിവിറ്റിയിലും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, കോമ്പിനേഷൻസിൻ്റെ കേസ് രണ്ട് കണ്ടക്ടേഴ്സിനെ സീരീസ് കോമ്പിനേഷനിൽ കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റിവിറ്റി, എന്താണ് കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീരീസിൽ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് റോ 1 L1 + ρ2 L2 / L1 + L2 ആണ്. ലെങ്ത് കൂടി സെയിം ആണ്, റോ 1 + ρ2 / 2 എന്ന് വരും.
സീരീസിൽ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത്തും ഏരിയയും സെയിം ആണെങ്കിൽ 2 σ1 σ2 ഡിവൈഡ് ബൈ σ1 + σ2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ആ കണ്ടീഷൻസ് പറയുമ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്, ഇഫക്റ്റീവ് ആൽഫ ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ആൽഫ ഇഫക്റ്റീവ് സീരീസിലും പാരലോ ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സീരീസിലാണെങ്കിൽ α1 R2 + α2 R1 ഡിവൈഡ് ബൈ R1 + R2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. രണ്ട് കേസിൽ ഇനീഷ്യൽ റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ α1 + α2/2 ആണ് ആൽഫ എഫക്റ്റീവ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ? ഇക്വേഷൻസ് മാത്രം അവിടെ ഓർത്താൽ മതി, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യം വരുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഡെറിവേഷൻസ് എന്നുള്ള കാലം ഓർത്ത് വെക്കേണ്ട ഫോർ എൻട്രൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നമുക്ക് ഈ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് കൺസെപ്റ്റ് ഡെറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. യെസ്, കമ്പാരിസൺ റെസിസ്റ്റൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സ്ട്രെച്ചിങ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? സ്ട്രെച്ചിങ് കണ്ടീഷൻസ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഒരു മെറ്റീരിയൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നു, അത് ഞാൻ പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. ദ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഈസ് ഇൻക്രീസിങ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സ്ട്രെച്ചിങ് കണ്ടീഷൻസ് ആണ്. അല്ലാതെ ഇയാളുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഒരു വഴിയുള്ളൂ, നമ്മൾ അത്രയും ഏരിയ, അതേ സെയിം ഏരിയ ക്രോസ് സെക്ഷനുള്ള മെറ്റീരിയൽ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഏരിയ ക്രോസ് സെക്ഷൻ മാറില്ല. പക്ഷേ ജനറലി ദ ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഈസ് ഇൻക്രീസിങ് എന്നാണ് കൺസെപ്റ്റ് എങ്കിൽ നമുക്കറിയാം ഈ സ്ട്രെച്ചിങ് കണ്ടീഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ റിലേഷൻസ് പറഞ്ഞ കാര്യം മറക്കാതിരുന്നാൽ മതി. ഫൈനൽ റെസിസ്റ്റൻസ് ബൈ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻ സ്ട്രെച്ചിങ് കണ്ടീഷൻ ഈസ് ഈക്വൽ ടു L2², ഫൈനൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ ബൈ ഇനീഷ്യൽ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ A1² ഡിവൈഡ് ബൈ A2² ആണ്, അല്ലെങ്കിൽ R1⁴ റേഡിയസ്⁴ ബൈ ഫൈനൽ റേഡിയസ്⁴ ആണ്. ഇതാണ് സ്ട്രെച്ചിങ് കണ്ടീഷൻസുള്ള റേഷ്യോ ഓഫ് ദ റെസിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ തന്നെ ലെങ്ത് ഡബിൾ ആകുന്നു ബൈ സ്ട്രെച്ചിങ് എന്നാണെങ്കിൽ L2 2L1 വരും, R2 4 times R1. അപ്പോൾ ലെങ്ത്ത് ഡബിൾ ചെയ്താൽ റെസിസ്റ്റൻസ് 4 times ഇൻക്രീസ് ആകും. ദാറ്റ് ഇസ് ഫോർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഇൻക്രീസ്ഡ് n times ആണെങ്കിൽ റെസിസ്റ്റൻസ് n² times ഇൻക്രീസ് ചെയ്യും എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏരിയയുടെയും റേഡിയസിൻ്റെയും കൺസെപ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ? പിന്നീട് ഈ സ്ട്രെച്ചിങ് കണ്ടീഷൻസിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. സ്ട്രെച്ചിങ് ആണ്, ഞാൻ വീണ്ടും പറയുവാണ്, സ്ട്രെച്ചിങ് കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ലെങ്ത് കൂടിയാൽ ഏരിയ കുറയും, റേഡിയസ് കുറയും. അതേസമയത്ത് മാസിന് ചേഞ്ചസ് ഇല്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല, ഡെൻസിറ്റിക്ക് അവിടെ ചേഞ്ച് ഇല്ല എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായിട്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി. വാട്ട് ഇസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്? നമുക്കറിയാം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈനൽ റെസിസ്റ്റൻസ് മൈനസ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് ലെങ്ത്തിൻ്റെ ടേമിലാണ് നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? ഫൈനൽ L2² മൈനസ് L1² ഡിവൈഡഡ് ബൈ L1² ഇൻറ്റു 100 എടുത്ത് ചെയ്യണം. ഇതൊക്കെയാണ് കൺസെപ്റ്റ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ഇതാണ്. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് വളരെ ചെറുതാണെങ്കിൽ ഓൾമോസ്റ്റ് 10 കുറവൊക്കെ എടുക്കുക, അല്ലെങ്കിൽ 5 ആണ് ആക്ച്വൽ വാല്യൂ, 5 പെർസെൻറ്റേക്കാൾ കുറവാണെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് Δr/r × 100 വരും. കാരണം ആ സമയം നമ്മൾ 2Δl/l × 100 എടുത്താൽ മതി. കാരണം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് പഠിച്ച എറർ മെത്തേഡ് കൺസെപ്റ്റാണ്. ചേഞ്ചസ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. L² 2Δl/l × 100 ഒക്കെ എഴുതിയിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ വലിയ ചേഞ്ചസ് വന്നാൽ ഒരു 5% ഒക്കെ ആണെങ്കിൽ മാത്രം, അതിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊക്കെ വെച്ച് ചെയ്താൽ മതി. 10 അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ ചെയ്യരുതെന്നാണ്. അപ്പോൾ ചെറിയൊരു വാല്യൂസിന് ഉണ്ടാകുന്ന ചേഞ്ച് ആണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ച് റെസിസ്റ്റൻസ് വന്നാലുള്ള കൺസെപ്റ്റ്. സ്ട്രെച്ചിങ് കണ്ടീഷൻസിൻ്റെ കൺസെപ്റ്റാണ്. സ്ട്രെച്ചിങ്ങിൻ്റെ ഈ ഒരു ഇക്വേഷൻസ്, ഈ ഒരു കൺസെപ്റ്റുകൾ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ട് n times ഇൻക്രീസ് ചെയ്താൽ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുപോലെ കംപ്രഷൻ്റെ കേസിലൊക്കെ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് കറണ്ട് ത്രൂ യൂണിഫോം ക്രോസ് സെക്ഷൻ, നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ കണ്ടക്ടറാണ്. നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റുകളിൽ സ്റ്റഡി സ്റ്റേറ്റ് ആയതുകൊണ്ട് കറണ്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എൻട്രിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ലിവിംഗ് ആണ്. പക്ഷേ ഞാൻ ഏരിയ ക്രോസ് സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരെൻഡിലുള്ള ഏരിയ A1 മറ്റേ സൈഡിലെ എൻ്റെ ഏരിയ A2 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം A1 ഷുഡ് ബി ലെസ് ദാൻ A2 ആണ് ഏരിയ ക്രോസ് സെക്ഷൻ്റെ കൺസെപ്റ്റ് വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കൺസെപ്റ്റിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് J പ്രപ്പോർഷണൽ ടു 1/A എന്ന് വരും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കറണ്ട് ഡെൻസിറ്റി പറയുമ്പോൾ പറഞ്ഞതാണ്. കറണ്ട് എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളതെങ്കിൽ കൂടി നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഡെൻസിറ്റി ഈസ് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. ഇതോടെ നമ്മൾ മറ്റൊരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അതേപോലെ പറഞ്ഞതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് RA/L എന്ന് എഴുതിയപ്പോൾ, ആറിനെ ഞാൻ V/I എന്ന് എഴുതിയപ്പോൾ A/L എന്ന് എഴുതിയപ്പോൾ റോ ഈസ് ഈക്വൽ ടു ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ബൈ കറണ്ട് ഡെൻസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ആ കൺസെപ്റ്റ് നിന്ന് റോ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ജെ പ്രൊപ്പോർഷണൽ ടി എന്ന് എഴുതാം. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വയറിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കൺസെപ്റ്റിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻസ് ചോദിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇവിടെ നോൺ യൂണിഫോം ആയതുകൊണ്ട് ജെ പ്രൊപ്പോർഷണൽ ടു 1/e. അപ്പോൾ ഏരിയ കൂടുമ്പോൾ കറണ്ട് ഡെൻസിറ്റി കുറയും, കറണ്ട് ഡെൻസിറ്റി കുറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും, ഇലക്ട്രിക് ഫീൽഡ് കുറയുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കുറയും. ഞാൻ നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ്റെ പേരിലുള്ള കൺസെപ്റ്റ് വരുമോ. അതൊരു യൂണിഫോം ക്രോസ് സെക്ഷണൽ കണ്ടക്ടർ ആണെങ്കിലോ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ്, അവിടെ നമ്മൾ കറണ്ട് എൻട്രിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലിവിങ് ആണ് നമുക്കറിയാം. അപ്പോൾ ഏരിയ ഈസ് കോൺസ്റ്റൻറ്റ് എവരിവെയർ ആണ്. അങ്ങനെ നേരത്തെ ഏത് ഇക്വേഷനില്ലേ ജെ പ്രൊപ്പോർഷൻ 1/e പ്രൊപ്പോർഷൻ ടി പ്രൊപ്പോർഷൻ ടു വി ഡി. ഇവിടെ എല്ലാ പോയിന്റിലും എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ക്വാണ്ടിറ്റികളും എല്ലാ പോയിന്റിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ എല്ലാ ഏരിയ ക്രോസ് സെക്ഷനിലും കറണ്ട് ഡെൻസിറ്റിയും കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡൊക്കെ ആരായിട്ട് വരും, കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ഒരുപാട് റിലേഷൻസ് പഠിക്കാനുണ്ട്. കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി NEA/VD ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്, മറക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. മറ്റൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് E/τ/m ആണ്, മാഗ്നിറ്റ്യൂഡ് വരും. മനസ്സിലായോ? ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. അതുപോലെ കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഇതിൽ. റോയൽ/A റെസിസ്റ്റൻസിൻ്റെ റോയൽ/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ റോയൽ/Aൻ്റെ ഇക്വേഷൻ ഓർക്കുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ ഓർക്കുക, കറണ്ട് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓർക്കുക, ജനറലി കറണ്ടിൻ്റെ ഇക്വേഷൻസ് ആദ്യം പറഞ്ഞ കേസുകൾ ഓർക്കുക. ഇവിടെ I = NEA/VD ആണ്. VDക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനായിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആര് വരും, NE² ക്യാപിറ്റൽ E/τ/m എന്ന് വരും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കറണ്ട് ഡെൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ആരാണ് NEVD എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. താഴെയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി NE² E/τ/m എന്ന് വരും. അങ്ങനെയുള്ള റിലേഷൻസ് എന്നുള്ള ഒരുപാട് ഇക്വേഷൻ ഞാൻ എഴുതി തന്നിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ട്. ആ റിലേഷൻസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? എല്ലാം ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ആണ്. കാരണം ഇതുവരെ പഠിച്ച എല്ലാ ക്വാണ്ടിറ്റികളും തമ്മിൽ പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് മൊത്തം. ആ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എങ്കിലും നമുക്ക് ന്യൂമറിക്കലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂമറിക്കൽ വരുമ്പോൾ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഗിവൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ എന്ന് ഓർക്കണം. ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലുള്ള ഗിവൺ ഫാക്ടേഴ്സ് നമ്മൾ 1/1 ആയിട്ട് എഴുതുക. 1/1 ആയിട്ട് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ള കാര്യം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നന്നായിരിക്കും. ഇത് മാത്രമല്ല, ഇനിയിപ്പം ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് J/E എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി കിട്ടും. കണ്ടക്ടിവിറ്റിയെ നമ്മൾ ബാക്കി റെസിസ്റ്റിവിറ്റി എഴുതാം, റെസിസ്റ്റൻസ് എഴുതാം. അങ്ങനെ ഒരുപാട് റിലേഷൻസ് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും കറണ്ടിൻ്റെയും ഈ പറയുന്ന റിലാക്സേഷൻ ടൈമിൻ്റെയും ടേമിലേക്ക് കിട്ടും. അപ്പോൾ ആ എഴുതുന്ന എല്ലാ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. മനസ്സിലായോ? പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ബിഫോർ ഇനിയുമുണ്ട് നമ്മുടെ കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓർക്കണം. അതൊക്കെ മറക്കാതിരിക്കുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ പറയാതിരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ വർഷവും കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഫോർ എൻട്രൻസ്. ഞാൻ എൻട്രൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇഫ് കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് BROY ആ കളർ കോഡിൻ്റെ ഇതും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും ഈ പറയുന്ന ടോളറൻസിൻ്റെ വാല്യൂസും മൾട്ടിപ്ലയർ കോഡൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉറപ്പായിട്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായാലും പറഞ്ഞാൽ അത് ഓർക്കണം. പിന്നെ സൂപ്പർ കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതൊക്കെയാണ് ഫസ്റ്റ് തിയററ്റിക്കൽ സെഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടൊന്ന് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. പിന്നീട് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ സീരീസ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ നമുക്കറിയാം. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റേഴ്സ് ഒരേ കറണ്ട് രണ്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് നമ്മൾ സീരീസ് കോമ്പിനേഷനായിട്ട് കൺസിഡർ ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് R1 ഇത് R2 ആണെങ്കിൽ രണ്ടും കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഇതാണ് സീരീസ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. സീരീസിലെ കറണ്ട് സെയിം ആണ്, പൈ സെയിം എന്ന് വരാം. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന വാല്യൂ സെയിമോ ഡിഫറൻറ്റോ ആവാം. സെയിം ആവുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഡിഫറൻറ്റ് ആവാം. കാരണം ഇതിനെ ക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതിനെ ക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല. കറണ്ട് സെയിം ആണ് എപ്പോഴും സീരീസ് കോമ്പിനേഷനിൽ. റെസിസ്റ്റൻസ് കൂടി സെയിം ആണെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആവുള്ളൂ. അല്ലെങ്കിൽ അത് ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്ത് വെച്ചാൽ മതി. പിന്നീട് നമ്മളിവിടെ സീരീസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഓർക്കണം. R effective എന്ന് പറയുന്ന വാല്യൂ സീരീസിൽ R1 + R2. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ടി വരില്ല. N ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ R effectiveൻ്റെ വാല്യൂ N/R ആയിരിക്കും. അതും അറിയാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആ സീരീസ് ബ്രാഞ്ചിലുള്ള E1 ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നീട് ഓർക്കേണ്ടത്
കറണ്ട് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻറ്റോ സെയിമോ ആവാം. പക്ഷേ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് കോമ്പിനേഷനിൽ സെയിം ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ബിറ്റ്വീൻ അക്രോസ് ടു റെസിസ്റ്റേഴ്സും സെയിം ആയിരിക്കും എന്നുള്ള കണ്ടീഷൻസ് ഓർക്കണം. അല്ലെങ്കിൽ ഏത് റെസിസ്റ്റൻസിനാണോ കൂടുതൽ, ഇപ്പം R1 ഒരേ കറണ്ട് ആയതുകൊണ്ട് നമുക്കെന്ന് പറയാം R2 ഗ്രേറ്റർ ദാൻ R1 ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് വണ്ണിൻ്റെ ഡ്രോപ്പ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് വണ്ണിൻ്റെ ഡ്രോപ്പ് വരും. ഇതാണ് കൺസെപ്റ്റ്. കാരണം I സെയിം ആണ്, അങ്ങനെയെങ്കിൽ R കൂടിയതിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുക എന്നാണ് അർത്ഥം. അവിടെ തന്നെ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്. സീരീസ് കോമ്പിനേഷൻ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം, ആരാണ് I²R ഉണ്ട് V²/R ഉണ്ട്. പക്ഷേ സീരീസ് കോമ്പിനേഷൻ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ നമ്മളെപ്പോഴും പവറിൻ്റെ കമ്പാരിസൺ ചോദിച്ച് നമ്മൾ V²/R എടുക്കരുത്. പലപ്പോഴും പലർക്കും വരുന്നൊരു ഡൗട്ട്, ഈ I²Rഉം V²/Rഉം ഈ ഇൻസ്ട്രുമെൻസിൻ്റെ കേസുകളിൽ എപ്പോഴാണ് എടുക്കേണ്ടത്, എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കാരണം ഇവിടെ സീരീസിലാണ്. അപ്പോൾ തന്നെ ഓർക്കണം, രണ്ടിൻ്റെയും പവറിൻ്റെ കമ്പാരിസൺ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സീരീസിലായതുകൊണ്ട് കമ്പാരിസൻ്റെ പ്രത്യേകത തന്നെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫാക്ടർ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. കാരണം രണ്ടിലും കോമൺ ആയിരിക്കുമല്ലോ, അതല്ലേ പ്രൊപ്പോർഷണാലിറ്റിയുടെ കൺസെപ്റ്റാണ്. ഇവിടെ രണ്ട് സീരീസ് ആയതുകൊണ്ട് ഫസ്റ്റ് റെസിസ്റ്ററിൽ കൂടിയും രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആരാ സെയിമാണ്. കറണ്ട് സെയിം ആണ്, നമുക്ക് V²/R എടുക്കാൻ പറ്റില്ല. കാരണം സീരീസ് കോമ്പിനേഷനിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും കോൺസ്റ്റന്റ് ആവാം, പക്ഷേ ഡിഫറൻ്റ് ആയുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. രണ്ടും ഒരേ വാല്യൂ ആണെങ്കിലേ സെയിം ആവത്തുള്ളൂ. അപ്പോൾ ആ പോസിബിലിറ്റിനെക്കാളും നല്ലത് കറണ്ട് സീരീസിൽ എപ്പോഴും സെയിം എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ എപ്പോഴും സീരീസ് കോമ്പിനേഷനിൽ പവർ ഡെലിവേർഡ് ബൈ എ റെസിസ്റ്റർ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ R2 ഗ്രേറ്റർ ദാൻ R1 ആയതുകൊണ്ട് P2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. അപ്പോൾ സീരീസിൽ ഏതിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ അതിനായിരിക്കും പവർ കൂടുതൽ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം I² എന്നുള്ള ഇക്വേഷനാണ് സീരീസ് നമ്മൾ ഓർക്കേണ്ടത്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ പറഞ്ഞത്. പിന്നെ RFITൻ്റെ വാല്യൂ ഓർക്കണം. എഫക്റ്റീവ് കണ്ടക്റ്റൻസ് ഇൻവേഴ്സ് എടുത്താൽ വേണ്ടി കിട്ടും. പിന്നെ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുക, നെറ്റ് കറണ്ട് കണ്ടിട്ട് റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡിംഗ് റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് സീരീസ് കോമ്പിനേഷനിലുള്ള വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഇത് സെയിം കൺസെപ്റ്റാണ്. പാരലൽ കോമ്പിനേഷനിൽ രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് രണ്ട് ബ്രാഞ്ചുകളിൽ കൂടിയുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആകും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് V. അപ്പോൾ ഇത് R1 ആണ്, ഇത് R2 ആണ്. ഇപ്പോൾ നെറ്റ് കറണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യണേ, ശരിയല്ലേ. ഇത് I1 ആയിട്ടും ഇത് I2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ചാർജ് കൺസേർവ്ഡ് ആയിരിക്കുമല്ലോ, I1 + I2 ആഡ് ചെയ്തിട്ട് ഇവിടെ വരുന്ന കറണ്ട് ആരാവും, I ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത കറണ്ട് ഡിഫറൻ്റ് ആവാം, സെയിം ആവാം. രണ്ട് റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഈ രണ്ട് കറണ്ടും സെയിം ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇതിനെക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനെക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് പാരലൽ ബ്രാഞ്ചസ് ആർ സെയിം ആണ്. ആൻഡ് കറണ്ട് ക്യാൻ ബി ഡിഫറൻറ്റ് ഓർ സെയിം, കറണ്ട് ഡിഫറൻറ്റോ സെയിമോ ആവാം. ഇത് കൊടുത്താൽ മതി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുകൾ നോക്കുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ R1 ഗ്രേറ്റർ ദാൻ R2 ആണെന്ന് വിചാരിച്ചോ, R1 ഗ്രേറ്റർ ദാൻ R2 ആണെന്ന് വിചാരിച്ചോ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണെങ്കിൽ V1 = V2 ആയിരിക്കും. കാരണം രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് R1 ഗ്രേറ്റർ ദാൻ R2 ആണെങ്കിൽ പ്രത്യേകത തന്നെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കറണ്ട് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് V/R ആണ്, ശരിയല്ലേ. അപ്പോൾ V കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ ഉദിക്കും. അപ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ഏത് പർട്ടിക്കുലർ ബ്രാഞ്ചിലാണോ റെസിസ്റ്റൻസ് കൂടുതൽ അതിൽ കൂടുതൽ കറണ്ട് കുറവായിരിക്കും എന്നാണ് ആ റിലേഷൻ മനസ്സിലാവുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ ബ്രാഞ്ചിൽ കൂടി കറണ്ട് കുറവെന്ന് പറയുമ്പോൾ I1 ഷുഡ് ബി ലെസ് ദാൻ I2 ആയിരിക്കും. റെസിസ്റ്റൻസ് കുറഞ്ഞ ബ്രാഞ്ചിൽ കൂടിയുള്ള കറണ്ട് കൂടുതലായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇനിയിപ്പോൾ ഇതിൽ റെസിസ്റ്റൻസ് കൂടുതൽ കുറവെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞതിൽ കൂടി കറണ്ട് പോകില്ല എന്ന് പറയരുത്. കുറഞ്ഞതിൽ കൂടി കൂടിയ കറണ്ടും റെസിസ്റ്റൻസ് കൂടിയതിൽ കൂടി കുറഞ്ഞ കറണ്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നുള്ള കണ്ടീഷൻ കൊടുത്താൽ മതി. അതാണ് ആ റിലേഷൻ ഞാൻ എഴുതിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പവറിൻ്റെ കൺസെപ്റ്റ് ഇവിടെ എടുത്താലോ, പവർ എന്ന് പറയുന്നത് ഈ സീരീസ് കോമ്പിനേഷന് പകരം പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ V²/R എന്നുള്ള ഇക്വേഷനാണ് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുക. കാരണം എന്താ, കമ്പാരിസൺ ചെയ്യുമ്പോൾ പവർ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം ആയിട്ട് വരിക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R വരും. അപ്പോൾ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഏത് ഇൻസ്ട്രുമെൻസിനാണോ റെസിസ്റ്റൻസ് കുറവ് അതിനായിരിക്കും ഡെലിവേർഡ് പവർ കൂടുതൽ. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. മനസ്സിലായോ? കാരണം രണ്ട് ബൾബ് നിങ്ങളോട് ഒരു വോൾട്ടേജ് സോഴ്സിനെ ക്രോസ് പാരലായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് ബൾബ് ഗിവ്സ് മോർ ബ്രൈറ്റ്നസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഏത് ബൾബാണ് കൂടുതൽ ബ്രൈറ്റ്നസ് തരുവാന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഏത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണോ കുറവ്, ഏത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണോ കുറഞ്ഞ ബൾബിനായിരിക്കും, റെസിസ്റ്റൻസ് കുറഞ്ഞ ബൾബിനായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ടാവുക ഇൻ പാരലൽ കോമ്പിനേഷൻ. മനസ്സിലാവും ഞാൻ പറഞ്ഞത്? ഇനി അതേ രണ്ട് ബൾബുകളെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ വിച്ച് ബൾബ് ഗിവ്സ് മോർ ബ്രൈറ്റ്നസ് എന്ന് ചോദിക്കും. അതേ രണ്ട് ബൾബുകളെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഏത് ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണോ കൂടുതൽ അയാൾ നിങ്ങൾക്ക് കൂടുതൽ ബ്രൈറ്റ്നസ് തരും. അതാണ് രണ്ട് കൺസെപ്റ്റായിട്ട് ഞാൻ പറയാനുള്ള കാരണം. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്.
രണ്ട് ബൾബുകൾ തന്നു. രണ്ട് ബൾബുകളും ഡിഫറെൻറ്റ് പവേഴ്സാണ്, ഡിഫറെൻറ്റ് റേറ്റഡ് വോൾട്ടേജും ഡിഫറെൻറ്റ് റേറ്റഡ് പവറുമാണ്. നിങ്ങൾ ചോദിക്കാൻ രണ്ട് ബൾബ് നിങ്ങൾ തന്നിട്ടുണ്ട്, റേറ്റഡ് പവർ റേറ്റഡ് വോൾട്ടേജ് ഒക്കെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ബൾബുകളെ സീരീസായിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും ഏത് ബൾബായിരിക്കും കൂടുതൽ ബ്രൈറ്റ്നസ് ചെയ്യാമെന്ന് ചോദിക്കും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ബൾബുകൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ബൾബിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് സെയിം. അപ്പോൾ ഏതിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ അയാൾക്കായിരിക്കും സീരീസ് കോമ്പിനേഷനിൽ ഡെലിവേർഡ് പവർ കൂടുതൽ. അപ്പോൾ ആ രണ്ട് ബൾബുകളിൽ റെസിസ്റ്റൻസ് കൂടിയതിന് സീരീസ് കോമ്പിനേഷനിൽ പവർ കൂടും, അല്ലെങ്കിൽ ഡെലിവേർഡ് പവർ കൂടും, കൂടുതൽ ബ്രൈറ്റ്നസ് തരും. അതേ രണ്ട് ബൾബിനെ പാരൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് കാര്യം അവിടെ ഡെലിവേർഡ് പവർ എന്ന് പറയുന്നത് ഒരേ പാരൽ കോമ്പിനേഷൻ, അപ്പോൾ രണ്ട് ബൾബിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് തന്നെ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞതിനായിരിക്കും പവർ കൂടുതൽ. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞതിന് ഡെലിവേർഡ് പവർ കൂടും, അത് കൂടുതൽ ബ്രൈറ്റ്നസ്സിൽ കത്തും. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴാണ് I²R അല്ലെങ്കിൽ V²/R എന്ന ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി വീണ്ടും ചിലപ്പോൾ റെസിസ്റ്റൻസ് കോയിൽ തരും, ആ കോയിലിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴും ചോദിക്കും നമ്മൾ എന്തുകൊണ്ട് രണ്ടാമത്തെ കേസിൽ I²R എടുക്കുന്നില്ല V²/R എടുക്കുന്നു എന്ന് ചോദിക്കും. അവിടെയും കൺസെപ്റ്റ് ഇതാണ്. ഇപ്പോൾ ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഇതിപ്പോൾ ഞാനൊരു സെല്ലിനെ ക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ഇതിൻ്റെ റെസിസ്റ്റൻസ് R ആണ്. സെക്കൻഡ് കേസിൽ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇയാളുടെ റെസിസ്റ്റൻസ് R അല്ല, ഇയാളുടെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു. രണ്ടാമത് കണക്ട് ചെയ്യുമ്പോൾ എവിടെ കണക്ട് ചെയ്യണേ? ഇനീഷ്യലി അതിന് അക്രോസ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ അപ്ലൈ ചെയ്തത് അവിടെ തന്നെയാണ് ഇത് കണക്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ കൂടെ റെസിസ്റ്റൻസ് മാറിയത് കൊണ്ട് എന്ത് മാറും? R സെൻട്രലോട് കണക്ട് ചെയ്ത് മാറ്റുമ്പോൾ R/2 ആയിട്ട് മാറി, റെസിസ്റ്റൻസ് മാറി, കറണ്ട് മാറും. അപ്പോൾ കറണ്ട് വേരിയബിളാണ്, റെസിസ്റ്റൻസ് വേരിയബിളാണ്. അപ്പോൾ I²R ഉപയോഗിക്കുമ്പോൾ Iയും Rഉം വേരിയബിളായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ രണ്ടാമത്തെ കേസിലും ആദ്യത്തെ കേസിലും ഇയാൾ കണക്ട് ചെയ്യുന്ന അക്രോസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അയാൾ കോൺസ്റ്റൻ്റ് ആണ് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അക്കരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ P പ്രൊപ്പോർഷണൽ ടു 1/R എന്ന് എടുക്കാനുള്ള റീസൺ അതുകൊണ്ടാണ്. കാരണം പലരും പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഡൗട്ട് ഇതാണ്, കൂടുതൽ പേരും ചോദിച്ചിട്ട് ഡൗട്ട് ഇത് തന്നെയാണ്, എപ്പോഴാണ് I²R എപ്പോഴാണ് V²/R എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ആണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാത്രമേ ഈ ഒരു പ്രശ്നം വരത്തുള്ളൂ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു ബൾബിനുള്ള അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസിനുള്ള പവർ എത്രയാണ് എന്ന് മാത്രം ചോദിച്ചാൽ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പവർ എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ആ ഇൻസ്ട്രുമെൻറ്റിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് V²/R എടുത്താലും, അല്ലെങ്കിൽ അതിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചിട്ട് I²R എടുത്താലും ഒരേ ആൻസർ കിട്ടത്തുള്ളൂ. നോ കൺഫ്യൂഷൻ അബൌട്ട് ഇറ്റ്. ഞാനിപ്പോൾ പറഞ്ഞ I²Rൻ്റെയും V²/Rൻ്റെയും എപ്പോൾ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരുന്നത് ഓൺലി ഫോർ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം രണ്ട് ബൾബ് വന്നിട്ട് ഏതിന് പവർ കൂടും, അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കമ്പാരിസണാണ്. അന്നേരം നമുക്ക് ഈ കൺസെപ്റ്റ് ആലോചിച്ചിട്ട് ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. സീരീസ് ആണെങ്കിൽ I²R അല്ലെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു R, പാരലൽ ആണെങ്കിൽ P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. അല്ലെങ്കിൽ ഒരു വയർ കട്ട് ചെയ്തിട്ട് രണ്ടാമത് കണക്ട് ചെയ്യുന്ന കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. P ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു R, I²R ചിന്തിച്ചിട്ട് ഏതാണ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പവർ മാത്രമാണെങ്കിൽ നമുക്ക് I²R കണ്ടാലും V²/R കണ്ടാലും ആൻസർ കിട്ടും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ വേരിയബിൾസ് വരുമ്പോഴും കോൺസ്റ്റൻറ്റ് വരുമ്പോഴും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുന്ന സമയത്ത് മാക്സിമം കോൺസ്റ്റൻറ്റുള്ള ടേംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്സിൻ്റെ എണ്ണം കുറക്കാം എന്നുള്ളൊരു ഐഡിയ ബേസ് കൊണ്ട് മാത്രമാണ് ഇതിൽ ഏത് അപ്ലൈ ചെയ്യണമെന്നുള്ള കണ്ടീഷൻസ് നമ്മൾ പറയാനുള്ള റീസൺ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ, 1/R എഫക്റ്റീവ് ആണ്. ആ 1/R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 എന്ന് ഉപയോഗിച്ചാൽ മതി. മൂന്നെണ്ണുണ്ടെങ്കിൽ പ്ലസ് 1/R3 കൂടി വരും. രണ്ട് റെസിസ്റ്റൻസ് മാത്രമാണെങ്കിൽ R എഫക്റ്റീവ് കാണാൻ വേണ്ടിയിട്ട് R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്നുള്ള ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ N ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ R എഫക്റ്റീവ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എപ്പോഴും R/N ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. R എഫക്റ്റിൻ്റെ വാല്യൂ പാരലൽ കോമ്പിനേഷനിൽ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏതാണോ അതിനേക്കാളും ചെറുതായിരിക്കും എപ്പോഴും R എഫക്റ്റീവിൻ്റെ വാല്യൂ വരിക. മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ടീഷൻസ് ഓർത്ത് വെച്ചാൽ മതി. കറണ്ട് ഡിവിഷൻ ഉണ്ട്, കറണ്ട് ഡിവൈഡ് ചെയ്യും. കറണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ I1 കാണാനുള്ള ഇക്വേഷനും ഈ I2 കാണാനുള്ള ഇക്വേഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. I1 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൽ കൂടുതലുള്ള കറണ്ട് കാണാൻ നെറ്റ് കറണ്ട് ഇൻറ്റു ഇയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യേണ്ട ഇക്വേഷൻസ് കറണ്ട് ഡിവൈഡിംഗ് റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഡിവൈഡിംഗ് റൂളിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ ഈ ഇത്രയും സിമ്പിൾ കൺസെപ്റ്റുകളും കൂടി നിങ്ങൾ പാരലൽ കോമ്പിനേഷനിലും സീരീസ് കോമ്പിനേഷനിലുമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായോ? പിന്നെ സർക്യൂട്ട് അനാലിസിസ് ആണ്, സെക്സ് റിഡക്ഷൻ മെത്തേഡാണ് സിമ്പിൾ. അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞത്. കണ്ടിന്യൂസ് ആയിട്ട് റിഡ്യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു ട്രയാങ്കിളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ ചെയ്യുന്നത് നാണക്കേടാണെന്ന് അറിയാം. അതുകൊണ്ട് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് A ഇത് B ആണെങ്കിൽ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇത് രണ്ട് സീരീസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് 2R എന്ന് വരും. അത് താഴത്തെ R-നോട് പാരലാകും. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത ആൻസറാണ് 2R/3. ഇതൊക്കെയാണ് സെക്സ് റിഡക്ഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ്. ഇനി ഞാൻ അതിൻ്റെ മെത്തേഡ്സ് ഓഫ് സർക്യൂട്ട് അനാലിസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ട് തന്നിട്ടുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുമാണ്. അതുകൊണ്ട് ജസ്റ്റ് പറയാം. സെക്സ് റിഡക്ഷൻ മെത്തേഡ് ഉണ്ട്,
അതിൽ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അത് സീരീസിലുള്ള ഓപ്പൺ ആണെങ്കിലും പാരലൽ ഓപ്പൺ ആണെങ്കിലും സീരീസിലുള്ള ഷോർട്ടഡ് ആണെങ്കിലും പാരലൽ ഷോർട്ടഡ് ആണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കൺസെപ്റ്റ് വെച്ച് ക്ലാസ്സിൽ ഇക്വേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്, അത് ഓർക്കണം, മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടും പറഞ്ഞതിന് ശേഷം ഈ സക്സസ് റിഡക്ഷൻ മെത്തേഡും പറഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷനിലേക്കാണ്, അല്ലേ? ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അൺബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുകൊണ്ട് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻസ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതിൻ്റെ ഇക്വേഷൻസൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ട കൺസെപ്റ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഇൻഫിനിറ്റ് സീരീസാണ്, ലാഡർ നെറ്റ്വർക്ക്സിൻ്റെ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും ഓർത്ത് വെക്കണം. അപ്പോൾ പറഞ്ഞെല്ലാം ഓർത്ത് വെക്കണം, അതാണ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ. RC സർക്യൂട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? RC സർക്യൂട്ട് ഓർത്ത് വെക്കണം. പിന്നീട് നമ്മൾ സിമ്മട്രിക്കൽ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? പാരലാക്സ് സിമ്മട്രി പറഞ്ഞിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആക്സിസ് സിമ്മട്രി പറഞ്ഞിട്ടുണ്ട്, പാത്ത് സിമ്മട്രിയും ഷിഫ്റ്റഡ് സിമ്മട്രിയും. അതൊക്കെ നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മെത്തേഡുകൾ മാത്രമാണ്. അത് നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സിമ്മട്രിക്കൽ കൺസെപ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും പഠിച്ചിരിക്കുക. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നമുക്ക് എന്തായാലും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇതുവരെ സിമ്മട്രിക്കൽ കൺസെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പഠിക്കണം, പഠിക്കാതിരിക്കരുത് എന്നല്ല. ക്വസ്റ്റ്യൻസ് കൂടുതൽ സിമ്മട്രിക്കൽ വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് അധികം ചെയ്ത് പഠിക്കേണ്ട. അത് കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ, കൺസെപ്റ്റ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് 1, 2, 3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഐഡിയ ക്ലിയർ ആണെങ്കിൽ അത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വേണമെങ്കിൽ കുറയ്ക്കാം. കാരണം ഇന്നവരെ ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി RC റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കോമ്പിനേഷൻ സർക്യൂട്ട് എന്തായാലും ഓർക്കണം, ഇൻഫിനിറ്റ് സീരീസ് ഓർക്കണം, കാരണം അത് NCERT ഉള്ളതാണ്, അത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും ഓർക്കണം. പക്ഷേ സിമ്മട്രിക്കൽ കൺസെപ്റ്റ് NCERT ഇല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഷോർട്ടഡായിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടെത്താനുള്ള ചില വഴികളായിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഡീറ്റെയിലായിട്ട് ഞാൻ പഠിക്കേണ്ട, കുറച്ച് വായിച്ച് നോക്കി ഐഡിയ ക്ലിയർ ആണെങ്കിൽ 1, 2 പ്രോബ്ലംസ് ചെയ്തിട്ട് അങ്ങ് നിർത്തുക. അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കാതിരിക്കുക. കാരണം നമ്മളെപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ടോപ്പിക്കിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയണേ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചു കേട്ടല്ലോ. അപ്പം അത്രയും സർക്യൂട്ട് അനാലിസിസ് കൺസെപ്റ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർക്കുക, മനസ്സിലായോ? ഇവിടെ ഡെൽറ്റ ടു സ്റ്റാർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. ഡെൽറ്റ ടു സ്റ്റാർ ആകുന്നത് ഇങ്ങനെയാണ്. 3 കോർണറിൽ നിന്നും ഡിഫറെൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇത് സീരീസ് ഓഫ് പാരലൽ ഉണ്ടാവില്ല. അപ്പോൾ ഇയാളെ കൺവേർട്ട് ചെയ്തിട്ട് പുതിയൊരു ഷേപ്പിലേക്ക് മാറ്റി, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇങ്ങനൊരു ഷേപ്പിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഡെൽറ്റയെ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റാർ ആക്കുമ്പോൾ സ്റ്റാറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അക്രോസ് ദ 3 ജംഗ്ഷൻസ്, ഇവിടെ B, ഇവിടെ C, ഇവിടെ ഈ ജംഗ്ഷൻസിന് അക്രോസ് താണ്ടെ ഇങ്ങനെയാണ് കിടക്കുക സ്റ്റാർ, മനസ്സിലായോ? അപ്പോൾ ഈ RC, RB, RA എന്നുള്ള 3 കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിന് പിന്നീട് വരക്കരുത്, പകരമാണ് ഇത് 3 അവോയ്ഡ് ചെയ്തിട്ട് അതിന് പകരം ഇതുണ്ടായിരുന്ന പൊസിഷനിൽ അങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് ചേർത്തിട്ട് ഇവിടെ 3 പുതിയ വാല്യൂസ് ഓഫ് ദ റെസിസ്റ്റേഴ്സ് മാർക്ക് ചെയ്യുക. അത് R1, R2, R3. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറയേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ വാല്യൂസ് കണ്ടെത്താൻ നിങ്ങൾക്കറിയാം, വാല്യൂസ് കണ്ടെത്തുക. R1ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് R1 ഏത് കോർണറിലേക്കാണ്, സിയിലേക്കാണ്. ഇതാണ് R1, RB ഇൻറ്റു RC, അവിടേക്കുള്ളായിരുന്ന പഴയ 2 റെസിസ്റ്റേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. RB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ ആ ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്റേഴ്സിൻ്റെ സമ്മ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ കറസ്പോണ്ടിങ് R3യും R2യും കണ്ടുപിടിച്ചങ്ങ് സോൾവ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ അവിടെ ഓർത്ത് വെച്ചൊരു കാര്യം ഇൻഫിനിറ്റ് സീരീസാണ് പിന്നീട് പറഞ്ഞത്. ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ, ഈ 3 റെസിസ്റ്റേഴ്സിൻ്റെ സർക്യൂട്ട് കോമ്പിനേഷനാണ് അപ് ടു ഇൻഫിനിറ്റി. നമ്മൾ ഒരു പാർട്ടിന് അവിടെ ഡോട്ടർ ലൈൻസ് വരച്ചിട്ട് അതിന് ശേഷമുള്ള ബാക്കി റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവിനെ X എന്ന് അസ്യൂം ചെയ്തിട്ട് പിന്നീട് നമ്മൾ അയാൾ റീഡ്രോ ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. NCERT പിറകിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുവാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ മെത്തേഡൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് 6 ആണ്, ഇൻ ബിറ്റ്വീൻ AB ആണ്. ഇതിന് ശേഷമുള്ള എഫക്റ്റീവിന് X എടുക്കുമ്പോൾ അതിവിടെ X ആയിട്ട് ആക്ട് ചെയ്യും, ശരിയല്ലേ? പിന്നെ നമ്മൾ ഇതിൻ്റെ എഫക്റ്റീവിനെ ആറും എക്സും പാരലൽ ആയതുകൊണ്ട് RX ഡിവൈഡഡ് ബൈ R പ്ലസ് എക്സിനെ പ്ലസ് 2R ചെയ്യുമ്പോൾ അതേ എക്സ് ഇവിടെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് X കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്ത മെത്തേഡ്. അപ്പോൾ അതേ മെത്തേഡ് തന്നെ ഇവിടെ ഓർത്ത് വെച്ചാൽ മതി, മനസ്സിലായല്ലോ? ഇതാണ് ഇൻഫിനിറ്റ് സീരീസിൻ്റെ കൺസെപ്റ്റ് വരിക. ഇനി RC സർക്യൂട്ടിൻ്റെ കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സിമിലർലി വീസ്റ്റോൺ ബ്രിഡ്ജ്, യെസ്, ഇതും ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കൺസെപ്റ്റ് നമുക്ക് അറിയാം.
ഇവിടെ മുകളിലത്തെ റേഷ്യോ എന്ന് പറയുന്നത് P/Q അല്ലേ, P/Q റേഷ്യോ ഇസ് ഈക്വൽ ടു R/S റേഷ്യോക്ക് ഈക്വൽ ആണെങ്കിൽ, മുകളിലത്തെ റേഷ്യോ താഴത്തെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം VC ഇസ് ഈക്വൽ ടു VD ആണ് കൺസെപ്റ്റ്. ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആകും. അത് സെയിം ആകുമ്പോൾ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടിൻ്റെ വാല്യൂ 0 ആകും. ഇതാണ് കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പം അതിൽ ഏതെങ്കിലും ഒന്നോ ഒബേ ചെയ്താൽ മതി. ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ VC ഇസ് ഈക്വൽ ടു VD എന്ന് പറയും. VC ഇസ് ഈക്വൽ ടു VD എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം P/Q ഇസ് ഈക്വൽ ടു R/S ആകും എന്നതാണ്. ഇനി സെൻട്രൽ ബ്രാഞ്ചിൽ കൂടി കറണ്ട് 0 ആണെങ്കിലും P/Q ഇസ് ഈക്വൽ ടു R/S ആകും. നമ്മൾ ഉപയോഗിക്കുന്ന മീറ്റർ ബ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന ഈ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ജോക്കി മൂവ് ചെയ്യിപ്പിച്ചിട്ട് സെൻട്രൽ ബ്രാഞ്ചിലുള്ള കറണ്ട് 0 ആക്കും. 0 ആക്കി കഴിഞ്ഞ് നമ്മൾ പറയും P/Q ഇസ് ഈക്വൽ ടു R/S ആണ്. അപ്പോൾ ഏതെങ്കിലും റെസിസ്റ്റൻസ് അൺനോൺ ആണെങ്കിൽ നമുക്ക് ഈസിലി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പ്രാക്ടിക്കൽ കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ P/Q ഇസ് ഈക്വൽ ടു R/S ആണ്, VC ഈക്വൽ ടു VD ആണ്. നമ്മളതിനെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. ഇതാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. വേറെ അവിടെ ഓർക്കാനില്ല. മനസ്സിലായല്ലോ? അപ്പോൾ റേഷ്യോ സെയിം ആണെങ്കിൽ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഇല്ല. അപ്പോൾ സെൻട്രൽ ബ്രാഞ്ചിൽ വരുന്ന റെസിസ്റ്റേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിൻ്റെ റെസിസ്റ്റൻസ് RG ഉണ്ടെങ്കിൽ ഈ റേഷ്യോ ഇത് ഒബേഡ് ആണെങ്കിൽ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവോയ്ഡ് ചെയ്യാം. പിന്നീട് PQ സീരീസ് ആകും, RS സീരീസ് ആകും. അവ തമ്മിൽ പാരലൽ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടി പറ്റും. പിന്നെ മീറ്റർ ബ്രിഡ്ജിൽ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഒരു ഗിവൺ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ പറയുന്ന ഗാവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എത്ര ചേഞ്ച് ചെയ്താലും അത് സർക്യൂട്ടിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം എത്രയാണെങ്കിലും ശരി, ഇപ്പം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെ ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് നിങ്ങൾക്ക് തരുമെന്ന് വിചാരിച്ചോ. ഇവിടെ നിങ്ങൾക്ക് 4 ഓം എന്ന് തന്നു, ഇതിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ഞാൻ 6 എന്ന് വിളിച്ചു. ഇവിടെ നിങ്ങൾക്കിത് 8 ഓം എന്ന് തന്നു. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് 4 ഓം എന്ന് തന്നു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളോട് ഇതിനെ ക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. V എന്ന് അപ്ലൈ ചെയ്തു. ഇവിടെ വീണ്ടും ഒരു സർക്യൂട്ട് ഇങ്ങനെ തരുവാണ്, ഇങ്ങനെ. ഇനി വീണ്ടും ഇവിടെ ഒരു സർക്യൂട്ട് ഇങ്ങനെയാണ് തരുന്നത് വിചാരിക്കുക. നിങ്ങളോട് പറയുകയാണ് ഇയാൾ 3 ഓം ആണ്, ഇയാൾ 4 ഓം ആണ്. മനസ്സിലായല്ലോ? ഇയാളുടെ വാല്യൂ 6 ഓം ആണ്, ഇയാളുടെ വാല്യൂ R' ആണ്, ഇയാളുടെ വാല്യൂ 2 ഓം ആണെന്ന് പറയും. നിങ്ങളോട് ചോദിക്കും, ഈ ഒരു ക്വസ്റ്റ്യനിൽ സിയിലുള്ള പൊട്ടൻഷ്യലും ഡിയിലുള്ള പൊട്ടൻഷ്യലും സെയിം ആകണമെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R ആൻഡ് R' എന്ന് ചോദിക്കും. R എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സിംപ്ലി ലോജിക് അപ്ലൈ ചെയ്താൽ മതി. ഈ രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ ഒക്കെ സെയിം ആണ്. ഇവിടുത്തെ റേഷ്യോ 8:4, 2:1 ആണ്. ഇത് 2:1 കിട്ടണമെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായാലും 2 ഓം ആയിരിക്കണം, അത് ഉറപ്പാണ്. എങ്കിൽ 2:1 ആവുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് 4, ഇത് 2, ഇത് 8, ഇത് 4 ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇപ്പോൾ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ R' വാല്യൂവിന് എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം എന്നാ, ഇയാളുടെ വാല്യൂ എന്താണെങ്കിലും ശരി, എന്തായാലും സെൻട്രൽ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഉണ്ടാവില്ല. അതായത് ഈ മൊത്തം ബ്രാഞ്ച് നമ്മളെ ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ബ്രാഞ്ചാണ്. അപ്പോൾ R' വാല്യൂ അവിടെ എന്ത് വേണേലും ആവാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജ് ഓൾറെഡി ഗിവൺ ആണെങ്കിൽ ആ സെൻട്രൽ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് നിങ്ങൾ എത്ര ചേഞ്ച് ചെയ്താലും ശരി, അയാൾ സ്റ്റിൽ കണ്ടിന്യൂസ് ഇസ് ബാലൻസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സെൻട്രൽ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ ബാലൻസ്ഡ് കണ്ടീഷൻ മാറില്ല. സിമിലർലി താഴെയുള്ള സെല്ല് P/Q ഇസ് ഈക്വൽ ടു R/S എന്നുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റിയിൽ സെല്ലിൻ്റെ EMF ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ബ്രിഡ്ജ് ഓൾറെഡി ബാലൻസ്ഡ് ആണെങ്കിൽ സെൻട്രൽ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് മാറ്റിയാലോ, ഈ പറയുന്ന സെല്ലിൻ്റെ EMF ചേഞ്ച് ചെയ്താലോ നമ്മുടെ ബാലൻസ്ഡ് കണ്ടീഷൻ മാറില്ല. അപ്പോൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താലും മാറില്ല. ഈ സെല്ലിൻ്റെ അടുത്ത് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് ഇവിടെ കണക്ട് ചെയ്താലും ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജിന് ചേഞ്ചസ് ഇല്ല. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നെ വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മോസ്റ്റ് സെൻസിറ്റീവ് ആകുന്നത് 4 റെസിസ്റ്റേഴ്സ് P, Q, RS ഒരേ ഓർഡറിലാകുമ്പോഴാണ്. ഒരേ വാല്യൂ ഒരു PQ = Q = R = S ആകുമ്പോഴായിരിക്കും കൂടുതൽ സെൻസിറ്റിവിറ്റി കിട്ടുക എന്നുള്ള കാര്യം ഇവിടെ ഓർത്ത് വെക്കുക. പിന്നീട് എല്ലാ റെസിസ്റ്റേഴ്സിനും n ടൈംസ് ഇൻക്രീസ് ചെയ്താൽ ബാലൻസ് കണ്ടീഷൻ മാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ വാല്യൂ ചേഞ്ച് ചെയ്താൽ ബാലൻസ് കണ്ടീഷൻ മാറും. അത് ഓർക്കുക. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഈ P/Q എന്ന് പറയുന്ന വാല്യൂ R/S എന്നുള്ള വാല്യൂ ഈക്വൽ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്, PS is equal to RQ എന്നല്ലേ മീനിങ്. ദാറ്റ്സ് ഓക്കെ. കാരണം ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. P/Q = R/S ആണെങ്കിൽ PS = RQ എന്ന് വരും. ഈ PS is equal to RQ എന്ന് വെച്ചാൽ എന്നാ, ഇത് is equal to R × Q എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെൻട്രൽ ബ്രാഞ്ച് കറണ്ട് 0 ആണ്, VC is equal to VD ആണെന്ന്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് വരുന്നത്. പറയാൻ പോകുന്ന കൺസെപ്റ്റ് ശരിക്കും ഓർക്കണം. നിങ്ങൾക്കൊരു ബാലൻസ് വീസ്റ്റൺ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ PS എന്ന് പറയുന്ന വാല്യൂ നോക്കുമ്പോൾ, ഈ PS എന്ന് പറയുന്ന വാല്യൂ RQവിനേക്കാളും കൂടുതലാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദേ? അത് നമ്മൾ ഓർക്കേണ്ടത്. P = PS > RQ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്.
മനസ്സിലായല്ലോ. എന്താ പി എസ് ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആണെങ്കിൽ എന്തായാലും സെൻട്രൽ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് 0 ആവില്ല. ഐ ജി ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെ കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളോട് ചോദിക്കും. മനസ്സിലായല്ലോ. അതപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. പി എസ് ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സിയിലുള്ള പൊട്ടൻഷ്യൽ കുറവും ഡിയിലുള്ള പൊട്ടൻഷ്യൽ കൂടുതലുമായിരിക്കും. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. മനസ്സിലായല്ലോ. പി എസ് ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആണെങ്കിൽ, എൻ്റെ അകത്ത് വീണ്ടും ഞാൻ പറയുവാണ്, പി എസ് ആർ ക്യൂ 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ബാലൻസ് വിസ്റ്റം ബ്രിഡ്ജാണ്. ആ കണ്ടീഷൻസിൽ പി എസ് ആർ ക്യൂവിനേക്കാളും കൂടണമെങ്കിൽ 4 കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകിൽ പിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മതി. ഇപ്പോൾ ബാലൻസ് വിസ്റ്റം ബ്രിഡ്ജിൽ പി ഇൻക്രീസ് ചെയ്താലോ, എസ് ഇൻക്രീസ് ചെയ്താലോ, ആർ ഡിക്രീസ് ചെയ്താലോ, ക്യൂ ഡിക്രീസ് ചെയ്താലോ പി എസ് ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആയിട്ട് ആക്ട് ചെയ്യും. പി എസ് ഗ്രേറ്റർ ദാൻ ആർ ക്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കണം. അപ്പോൾ ആ സമയത്ത് കറണ്ട് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം വി സി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വി ഡി പറയുന്ന പൊട്ടൻഷ്യലിനേക്കാൾ കുറവായിരിക്കും. ഇപ്പോൾ സെൻട്രൽ ബ്രാഞ്ച് കൂടെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും ഈ കണ്ടീഷനിൽ. സിമിലർലി ആർ ക്യൂ ഗ്രേറ്റർ ദാൻ പി എസ് ആണെങ്കിൽ, ആർ ക്യൂ ഗ്രേറ്റർ ദാൻ പി എസ് ആണെങ്കിലും ഐ ജി എന്ന് പറയുന്ന വാല്യൂ ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആർ ക്യൂ ഗ്രേറ്റർ ദാൻ പി എസ് അങ്ങനെയുള്ള കണ്ടീഷൻ നോക്കിയാലോ, ഒന്നുകിൽ ആർ ഇൻക്രീസ് ചെയ്യോ അല്ലെങ്കിൽ ക്യൂ ഇൻക്രീസ് ചെയ്താൽ മതി. കാരണം ഈ കണ്ടീഷനിൽ ആർ ഇൻക്രീസ് ചെയ്താൽ ഈ കണ്ടീഷൻ വരും, ക്യൂ ഇൻക്രീസ് ചെയ്താലും ഈ കണ്ടീഷൻ വരും, പി ഡിക്രീസ് ചെയ്താൽ എസ് ഡിക്രീസ് ചെയ്താൽ ഈ കണ്ടീഷൻസ് വരും. അപ്പോൾ ആർ ക്യൂ ഗ്രേറ്റർ ദാൻ പി എസ് ആണെങ്കിൽ സിയിലുള്ള പൊട്ടൻഷ്യൽ കൂടുതലും ഡിയിലുള്ള പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സി ടു ഡി ആയിരിക്കും. അപ്പോൾ ഈ ബാലൻസ്ഡ് വിസ്റ്റം ബ്രിഡ്ജ് വന്നിട്ട് ഏതെങ്കിലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ സെൻട്രൽ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടെത്താനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഐഡിയ എന്ന്. മനസ്സിലായല്ലോ. ബാലൻസ്ഡ് ആണെങ്കിൽ കറണ്ട് ഇല്ല. ഏതെങ്കിലും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ ഡിക്രീസ് ചെയ്താൽ കറണ്ട് സെൻട്രൽ ബ്രാഞ്ച് കറണ്ട് എന്തായാലും മാറും. കാരണം ഐ ജി 0 കിട്ടില്ല. ഞാൻ പറഞ്ഞ അൺബാലൻസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മനസ്സിലായോ? യെസ്. കിർച്ചോസ് കറണ്ട് ലോ, സർക്യൂട്ട് അനാലിസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് കിർച്ചോസ് കറണ്ട് ലോ. നമുക്കറിയാം ജംഗ്ഷൻ റൂളാണ് അല്ലേ, ജംഗ്ഷൻ റൂൾ. ഈ ജംഗ്ഷൻ റൂൾ എന്താണെന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് ആരാണ്, ചാർജ് ആണ്. ചാർജ് കൺസർവേഷൻ പ്രിൻസിപ്പിളാണ് കിർച്ചോസ് കറണ്ട് ലോ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കിർച്ചോസ് കറണ്ട് ലോ പറയുന്നത് നെറ്റ് കറണ്ട് എൻറ്ററിങ് ടു ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദ കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ ആണ്. ഈ നമ്മൾ പഠിച്ച കാര്യമാണ്. നെറ്റ് കറണ്ട് എൻറ്ററിങ് ടു ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ദ കറണ്ട് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ, അല്ലെങ്കിൽ അറ്റ് എ നോഡ്, അറ്റ് എനി നോഡ് ദ സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു 0. ഒരു നോഡിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ കറണ്ടും ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടണം, അല്ലെങ്കിൽ കറണ്ട് എൻറ്ററിങ് ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിങ് കിട്ടണം. അപ്പോൾ നമുക്കറിയാം, സിംപ്ലി ഇതോർത്താൽ മതി. ഇവിടെ ഒരു കറണ്ട് I1 എൻറ്ററിങ് ആണ്, ഇവിടെ ഒരു കറണ്ട് I2 ലീവിങ് ആണ്, ഇവിടെ ഒരു കറണ്ട് I3 ലീവിങ് ആണ്, I2 ഇവിടെ എൻറ്ററിങ് ആണ്. 4th ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, I1 I2 അവിടെ എൻറ്ററിങ് ആണ്, I3 ലിവിങ് ആണ്. I1 + I2 ടോട്ടൽ എൻറ്ററിങ് I3യേക്കാൾ കൂടുതലാണെങ്കിൽ ദിസ് കറണ്ട് ഷുഡ് ബി ലിവിങ് ആയിരിക്കും. മനസ്സിലായി പറഞ്ഞത്? ഇനി I1 + I2 ലെസ് ദാൻ I3 ആണെങ്കിൽ, ഇപ്പോൾ എൻറ്ററിങ് കറണ്ട് കുറവും ലിവിങ് കറണ്ട് കൂടുതലാണെങ്കിൽ ദിസ് ബ്രാഞ്ച് കറണ്ട് ഷുഡ് ബി എൻറ്ററിങ് ആയിരിക്കും. എങ്കിൽ അത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. അപ്പം ഈ ഒരു ബ്രാഞ്ച് കറണ്ട് പുറത്തേക്കാണെങ്കിൽ ഉറപ്പിക്കാം, ടോട്ടൽ എൻട്രിങ് കറണ്ട് I1 + I2 ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ലിവിങ് കറണ്ട് I3 + I4 ആയിരിക്കും. ഇതാണ് ജംഗ്ഷൻ റൂൾ. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് സോൾവ് ചെയ്താൽ മതി. ഓൾജിബ്രിക് സം ഓഫ് ദ നെറ്റ് കറണ്ട് മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ആണെങ്കിൽ എൻട്രിങ് കറണ്ടിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ലിവിങ് കറണ്ട് നമ്മളിവിടെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ കിർച്ചോസ് കറണ്ടിലുള്ള കൺസെപ്റ്റിൽ അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. സിമ്പിളാണ്. എൻട്രിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ലിവിങ് കറണ്ടിൻ്റെ കൺസെപ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കിർച്ചോസ് വോൾട്ടേജ് ലോയിലേക്ക് വരുമ്പോൾ ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയില്ല, സൈൻ കൺവെൻഷൻ മാത്രം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാത്തേ ഉള്ളൂ. ഇത് ലൂപ്പ് റൂളാണ്. ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത കൺസെപ്റ്റ് തന്നെയാണ് ദ സം ഓഫ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഓൾ കമ്പോണൻസ്. എല്ലാ കമ്പോണൻസിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 0 കിട്ടണം. പക്ഷെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്ററിൽ ഒരു സെല്ലും ഒരു റെസിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ നമ്മളവിടെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും സം ഓഫ് ദ ഡ്രോപ്പ് അക്രോസ് ദ സെൽ പ്ലസ് സം ഓഫ് ദ ഡ്രോപ്പ് അക്രോസ് ഓൾ റെസിസ്റ്റർ ഷുഡ് ബി ഈക്വൽ ടു 0 എന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കപ്പാസിറ്റർ അറിയാം, ഇൻഡക്ടർ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. PMACയിലൊക്കെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ കമ്പോണൻറ്റും
എത്ര കമ്പോണൻസ് ഉണ്ട് എല്ലാ കമ്പോണൻറ്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ കിട്ടണം 0 കിട്ടണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. റൈറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സൈൻ കൺവെൻഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ സൈൻ കൺവെൻഷൻ നമ്മൾ ഓർക്കണം, ശരിയല്ലേ? ഇനി ഓപ്പൺ ബ്രാഞ്ച് ആണെങ്കിലോ നമ്മൾ ട്രാവലിംഗ് മെത്തേഡ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈൻ കൺവെൻഷൻസ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓർക്കേണ്ടത് റെസിസ്റ്റൻസ് പ്രസൻ്റ് ആണ്. ആ റെസിസ്റ്റൻസ് കൂടിയുള്ള കറണ്ട് ഡയറക്ഷനും പിന്നെ നമ്മൾ ലൂപ്പ് ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിൽ ഏത് ലൂപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാത്തിലാണോ ക്രിച്ചസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പാത്തിലൂടെ മൂവ് ചെയ്യണം. അതാണ് ലൂപ്പിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയുള്ള ലൂപ്പ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ ഇയാൾക്ക് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് VR ആണെങ്കിൽ ആ VR ഈസ് കൺസിഡർഡ് ടു ബി നെഗറ്റീവാണ്. അതിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ആരാണ്? ഈ കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ് ഇസ് I/R ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ സൈൻ കൊടുക്കുമ്പോൾ -IR കൊടുക്കണം. കാരണം ലൂപ്പ് ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷൻ ത്രൂ റെസിസ്റ്റർ സെയിം ആണ്. ഇനി അതേ റെസിസ്റ്റൻസ് കൂടി കറണ്ട് ഡയറക്ഷനും ലൂപ്പ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലൂപ്പ് ഡയറക്ഷൻ എങ്കിൽ ദ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ ഈസ് കൺസിഡർഡ് ടു ബി പോസിറ്റീവ് ഡ്രോപ്പായിട്ട് കൺസിഡർ ചെയ്യണം. ഇയാളുടെ റെസിസ്റ്റൻസ് R ആണ്, കറണ്ട് I ആണെങ്കിൽ ഡ്രോപ്പ് IR ആണ് ആൻഡ് കൺസിഡർ ടു ബി പോസിറ്റീവ് IR ആയിട്ട് എടുക്കണം. മനസ്സിലായല്ലോ? ഇതാണ് റെസിസ്റ്ററിൻ്റെ കേസിലുള്ള സൈൻ കൺവെൻഷൻസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ സൈൻ കൊടുക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ പോരാ, ആസ് വെൽ ആസ് കറണ്ട് ഡയറക്ഷൻ ആ ലൂപ്പ് ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ സൈൻ കൊടുക്കാൻ പാടുള്ളൂ. ഇനി സെല്ല് വരുമ്പോൾ ഒരു സെല്ലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ സെല്ലിൽ കൂടിയുള്ള ലൂപ്പ് ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി, കറണ്ട് ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സെല്ലിൽ കറണ്ട് ഡയറക്ഷൻ നോക്കരുത്, ലൂപ്പ് ഡയറക്ഷൻ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയാൽ മതി. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് സെല്ലിനകത്ത് കൂടെ അതിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ സെല്ലിനകത്ത് കൂടെ നമ്മൾ നടക്കുന്നത് എവിടെയാണ്? അതിൻ്റെ പോസിറ്റീവ് എന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഡ്രോപ്പ് അക്രോസ് സെൽ ഈസ് കൺസിഡർഡ് ടു ബി നെഗറ്റീവാണ്. മനസ്സിലായോ? അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാലും മതി. നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടേക്കാണ് പോണേ? സെല്ലിൻ്റെ ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മുടെ ഫൈനൽ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ ചെയ്താൽ നെഗറ്റീവ് വരും. അപ്പോൾ നെഗറ്റീവ് മൈനസ് വരും. മനസ്സിലായല്ലോ? അതായത് സെല്ലിൻ്റെ കേസിൽ ലൂപ്പ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത് ത്രൂ ഇൻസൈഡ് ദ സെൽ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് പൊസിഷൻ എവിടുന്നാണ്? ലോവർന്ന് ഹയറിലേക്കാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ ആ സമയത്ത് സെല്ലിൻ്റെ ഡ്രോപ്പ് ഈസ് കൺസിഡർഡ് ടു ബി പോസിറ്റീവ് ആണ്. ഓർക്കണം, സെല്ലിൻ്റെ ക്രിച്ചോസ് ലോ ആപ്ലിക്കേഷനിലുള്ള സൈൻ കൺവെൻഷൻ കൊടുക്കുമ്പോൾ വി ഹാവ് ടു ബി കൺസിഡർ ലൂപ്പ് ഡയറക്ഷൻ ഓൺലി. ഇത് നോക്കേണ്ട ആവശ്യമില്ല, കറണ്ട് ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ലൂപ്പ് ഡയറക്ഷൻ ത്രൂ ഇൻസൈഡ് ദ സെൽ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ ഡ്രോപ്പ് അക്രോസ് ദ സെല്ല് അതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇതിൻ്റെ EMF E ആണെങ്കിൽ ഇത് +E വരും. ദാറ്റ്സ് ഇറ്റ്. ഇയാളുടെ EMF E ആണെങ്കിൽ ഇത് -E എന്ന് എഴുതണം. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കപ്പാസിറ്റർ ഇൻഡക്ടറും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കപ്പാസിറ്ററിൻ്റെ കേസിൽ 2 പ്ലേറ്റ് ആണെന്ന്, നെഗറ്റീവ് പ്ലേറ്റ് ഒന്ന് പോസിറ്റീവ് പ്ലേറ്റും ഉണ്ട്. ഇത് മൈനസ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കറണ്ട് ഡയറക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, ലൂപ്പ് ഡയറക്ഷൻ നോക്കിയാൽ മതി. ലൂപ്പ് ഡയറക്ഷൻ ത്രൂ ഇൻസൈഡ് ദ കപ്പാസിറ്റർ ഫ്രം ദ നെഗറ്റീവ് പ്ലേറ്റ് ടു പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ദ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ ഈസ് കൺസിഡർഡ് ടു ബി ആരാണ്? പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അതേ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള കറണ്ട് അല്ലെങ്കിൽ ലൂപ്പ് ഡയറക്ഷൻ അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലേക്കാണെങ്കിൽ ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ ഈസ് കൺസിഡർഡ് ടു ബി നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. അത്രേ ഉള്ളൂ. അതാണ് കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള സൈൻ കൺവെൻഷൻസ് വരിക. മനസ്സിലായോ? ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ ലൂപ്പ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും കൂടി നോക്കണം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡക്ടറിൽ കൂടിയുള്ള ലൂപ്പ് ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ ദ ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ ഈസ് കൺസിഡർഡ് ടു ബി നെഗറ്റീവ് ആണ്. അതേ ഇൻഡക്ടറിൽ കൂടി ലൂപ്പ് ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ഈസ് അക്രോസ് ദ ഇൻഡക്ടർ ഈസ് കൺസിഡർഡ് ടു ബി പോസിറ്റീവ് ആണ്. അപ്പോൾ സൈൻ കൺവെൻഷൻസ് ക്രിച്ചോസ് ലോൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ആപ്ലിക്കേഷനോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തേക്കുക. മനസ്സിലായോ? യെസ്. ഇനി സെല്ലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഐഡിയൽ സെൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം ഇൻ്റർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഐഡിയൽ സെൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു EMF മാത്രമാണ്, അത് E ആണ്. അത് 2 പോയിൻ്റ് അക്രോസ് കണക്ട് ചെയ്യും, അത് AB ആണ്. അപ്പോൾ ഞാൻ ഇതിന് അക്രോസ് റെസിസ്റ്റൻസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R കണക്ട് ചെയ്യാൻ നിങ്ങൾ ഐഡിയൽ സെല്ലിൻ്റെ കേസിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സെല്ല് ഏത് 2 പോയിൻറ്റിന് അക്രോസ് ആണോ കണക്ട് ചെയ്യുന്നത് ആ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്
അതായത് ഡ്രോപ്പ് അക്രോസ് ദിസ് ആർ ഷുഡ് ബി ഈക്വൽ ടു ഇ എം എഫ് ആയിരിക്കും. അത് ഓർക്കണം. ഒരു ഐഡിയൽ സെല്ല് എൻ്റെ ഇ എം എഫ് ഉണ്ടാവുമല്ലോ, അത് ഏത് 2 പോയിൻറ്റിന് അക്രോസ് ആണോ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ആ സെല്ലിൻ്റെ ഇ എം എഫിനോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഐഡിയൽ സെല്ലിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഓർക്കേണ്ടത്. കാരണം ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഒരു സെല്ല് ഏതെങ്കിലും റെസിസ്റ്റൻസിന് അക്രോസ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത് കണ്ടാൽ എപ്പോഴും ഓർക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സെല്ല് 6 വോൾട്ട് സെല്ല് ഇവിടെ കണക്റ്റഡ് ആണ്, അതിവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ മറ്റൊരു റെസിസ്റ്റൻസ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചു, ഇവിടെ റെസിസ്റ്റൻസ് കൂടിയുണ്ട്, ഇവിടെ മറ്റൊരു സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട്, ആ സെല്ലിൻ്റെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഇവിടെയാണ്, ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഇതൊരു 4 വോൾട്ട് സെല്ലാണ്, ഇത് ഐഡിയലാണ്. എങ്കിലും നിങ്ങളോട് ഇതിൻ്റെ ഒരു വാല്യൂ തന്നിട്ട് ഇതിൻ്റെ വാല്യൂ എത്ര നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത് 6 വോൾട്ട് ആയിക്കോട്ടെ, ഇത് 4 വോൾട്ട് ആണെങ്കിൽ ഈ 4 വോൾട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന പോയിന്റ് ഇത് രണ്ടുമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബിയും ഇവിടെ ഒരു എയും ഞാൻ കൺസിഡർ ചെയ്താൽ ഈ എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 4 വോൾട്ടിന് ഈക്വലാണ്. കാരണം ഈ ഐഡിയൽ സെല്ല് ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഐഡിയൽ സെൽ എന്ന് വിളിച്ചാൽ ഇത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് എക്കും ബിക്ക് അക്രോസ്. അപ്പോൾ എന്തായാലും എക്കും ബിക്ക് അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന വാല്യൂ 4 വോൾട്ടിനോട് ഈക്വൽ ആവണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഐഡിയൽ സെല്ല് ഏത് 2 പോയിന്റ് അക്രോസ് ആണോ കണക്ട് ചെയ്യുന്നത് ആ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും ഐഡിയൽ സെല്ലിൻ്റെ ഇ എം എഫിനോട് ഈക്വൽ ആയിരിക്കും. ഈ നോൺ ഐഡിയൽ സെല്ല് വന്നാലോ, നോൺ ഐഡിയലിൻ്റെ കേസിൽ നമുക്കറിയാം ആർ ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നോൺ ഐഡിയൽ സെല്ല്. ഇ എം എഫ് ഇ ഇൻറ്റേർണൽ ആർ ബിറ്റ്വീൻ എ ആൻഡ് ബി ടെർമിനൽസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ കണക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് വരിക. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരുമ്പോഴോ നമുക്കറിയാം എക്കും ബിക്ക് അക്രോസ് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ടെർമിനൽ പൊട്ടൻഷ്യൽ, അത് ഇ എം എഫിനേക്കാളും കുറവായിരിക്കും. പറഞ്ഞ് മനസ്സിലായല്ലോ? അതോർത്ത് വെച്ചേക്കണം. പക്ഷേ ഇത് കേസിലും ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന കേസിൽ മാത്രമേ ബി ലെസ് ദാൻ ഇ ആവുള്ളൂ. എപ്പോഴെങ്കിലും ആ കറണ്ട് 0 ആണെങ്കിൽ നമ്മൾ ആ സർക്യൂട്ടിനെ വിളിക്കുന്ന പേര് ഓപ്പൺ എന്നാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ആറിൻ്റെ വില ഇൻഫിനിറ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ കറണ്ട് ഈക്വൽ ടു 0 ആണ്. കറണ്ട് അവിടെ 0 ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്മോൾ ആർ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. കാരണം സ്മോൾ ആർ എന്ന് പറയുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി കറണ്ട് ഇല്ലെങ്കിൽ അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുവാണെങ്കിൽ എളുപ്പമാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഇ എം എഫ് ആണ്. അപ്പോൾ ഒരു നോൺ ഐഡിയൽ സെല്ലും നമുക്ക് എന്ത് തരാം, അതിൻ്റെ ഇ എം എഫ് അതിനൊക്കെ ടെർമിനൽസിനെ അക്രോസ് ഇ എം എഫ് തരാം. പക്ഷേ എപ്പോൾ മാത്രമാണ് ആ സർക്യൂട്ടിൽ കൂടി ആ സെല്ലിൽ കൂടി കറണ്ട് ഇല്ലാത്തപ്പോഴാണ്. മനസ്സിലായോ? ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ അപ്ലൈ ചെയ്യണത്. കാരണം പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഐഡിയൽ വോൾട്ട് മീറ്ററാണ്. കാരണം എന്താ, പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഗാവനമീറ്റർ കറണ്ട് 0 ആക്കി, അല്ലെങ്കിൽ സെല്ലിൽ കൂടിയുള്ള കറണ്ട് 0 ആക്കി, സെല്ലിൽ കൂടിയുള്ള കറണ്ട് 0 ആക്കുമ്പോൾ ആ സെല്ലിനോട് സീരീസ് ആയിട്ട് വരുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വെളിയിൽ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇ എം എഫിനോട് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? നമ്മൾ പറയുന്ന കൺസെപ്റ്റാണ്, അത് ഓർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇ എം എഫിൻ്റെ ഡെഫിനിഷൻ ഡ്രോപ്പ് അക്രോസ് ദ സെൽ വെൻ ദർ ഇസ് നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സെൽ എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഡിസ്ചാർജിങ് ഓഫ് എ സെൽ. ഡിസ്ചാർജിങ് ഓഫ് എ സെൽ നമുക്കറിയാം തിയററ്റിക്കൽ പോയിൻ്റ് ആണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഇ എം എഫിനേക്കാളും കുറയണം. എപ്പോഴെങ്കിലും ടെർമിനൽ പൊട്ടൻഷ്യൽ കുറവും ഇ എം എഫ് കൂടുതലാണെന്ന് കേട്ടാൽ അത് ഡിസ്ചാർജിങ് ആണ്. ഇനി സർക്യൂട്ട് ബേസ്ഡ് കൺസെപ്റ്റ് ആണെങ്കിൽ കറണ്ട് നോക്കണം. ഒരു സെല്ലിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇത് ഇ ആണെങ്കിൽ ടെർമിനൽ സെയിം ബി ആണെങ്കിൽ ഇത് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുന്നത് ഇങ്ങനെയാണ് ഡയറക്ഷൻ എങ്കിൽ ഇറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് കറണ്ട് ഇങ്ങോട്ടാണ്. ദർ ഇസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻസൈഡ് ദ സെൽ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അകത്തുകൂടി നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ അത് ഡിസ്ചാർജിങ് ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ കറണ്ട് ഡയറക്ഷൻ നോക്കുക, അല്ലെങ്കിൽ വി ലെസ് ദാൻ ഇ. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് പറയുവാണെങ്കിൽ ഡിസ്ചാർജിങ് ആണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കണം. ദറ്റ് ഈസ് ഡ്രോപ്പ് അക്രോസ് എ സെൽ വെൻ ദ സെൽ ഈസ് ഡിസ്ചാർജിങ്. അപ്പോൾ വീണ്ടും പറയുവാണ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സെല്ല് ചാർജിങ് ആണോ ഡിസ്ചാർജിങ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഡിസ്ചാർജിങ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചാർജിങ് ആണെങ്കിലോ, ഒരു സെല്ല് ചാർജ് ചെയ്യണമെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും ഇ എം എഫിനേക്കാളും കൂടുതലായിരിക്കണം. ഇപ്പോൾ വി ഗ്രേറ്റർ ദാൻ ഇ ആണ്. ഇപ്പോൾ ഒരു സെല്ല് ഓഫ് ഇ എം എഫ് ഇ കൺസിഡർ ചെയ്തു. അപ്പോൾ അയാൾ ചാർജ് ചെയ്യണമെങ്കിൽ ഇത് ബി ആണ്, ഇത് എ ആണ്. അപ്പോൾ ഇയാൾ ചാർജ് ചെയ്യണമെങ്കിൽ കറണ്ട് ത്രൂ ഇൻസൈഡ് ദ സെൽ എന്ന് പറയുന്നത്
അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കണം ഇൻസൈഡ് ദ സെല്ല് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്ത് കണക്ട് ചെയ്യണം, അങ്ങോട്ടൊരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കണം വി. ആ വിയുടെ വാല്യൂ ഇതിനേക്കാൾ കൂടുതലായിരിക്കും മാത്രമേ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അയാൾ ചാർജായിട്ട് മാറും. മനസ്സിലായോ? ഇതാണ് ചാർജിങ്ങിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ചാർജിങ്ങിൻ്റെ കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുന്ന ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇ പ്ലസ് ഐ ഇൻറ്റു ആർ ആണ്. ഇതിവിടെ കറണ്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആറും കറണ്ട് ഐയും ആണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ. അപ്പോൾ ഒരു സെല്ല് ചാർജിങ് ആണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ പ്ലസ് ഐ ആർ അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചേക്കണം. മനസ്സിലായോ? ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഐ ആണ്. അങ്ങനെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഓർക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ മൈനസ് വി ബൈ വി ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് വരും. വി ഇസ് ദ ടെർമിനൽ പൊട്ടൻഷ്യലാണ്, ഇ ഇസ് ദി EMF ആണ്, ആർ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. പിന്നീട് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അത് ഓർത്ത് വെക്കണം. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂയോട് ഈക്വൽ ആവണം. ഇതാണ് നമ്മൾ പഠിച്ച മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കൺസെപ്റ്റ്. ഓർത്ത് വെക്കണം, രണ്ട് കൺസെപ്റ്റും ഡിഫറെൻ്റ് ആണ്. ഒന്ന്, ഒരു സർക്യൂട്ടിൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് മാക്സിമം പവർ ഡെലിവേർഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള കണ്ടീഷനാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് മാക്സിമം പവർ ഡെലിവേർഡ് ചെയ്യണമെങ്കിൽ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും എപ്പോഴും സെയിം ആയിരിക്കണം. അതാണ് കൺസെപ്റ്റ്, മാറരുത്. അപ്പോഴും ചില ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത് വെൻ ദ മാക്സിമം പോസിബിൾ കറണ്ട് ക്യാൻ ബി ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് എന്നാണ്. മാക്സിമം കറണ്ടിൻ്റെ കൺസെപ്റ്റ് അല്ല, മാക്സിമം പോസിബിൾ കറണ്ടിൻ്റെ കൺസെപ്റ്റ്. മാക്സിമം കറണ്ടിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്, മാക്സിമം പോസിബിൾ കറണ്ടിൻ്റെ കൺസെപ്റ്റ് വേറെയാണ്. ഒരു സർക്യൂട്ടിൽ കൂടെ എപ്പോഴാണ് മാക്സിമം കറണ്ട് എന്ന് ചോദിച്ചാൽ മാക്സിമം കറണ്ടിൻ്റെ കൺസെപ്റ്റ് എപ്പോഴും യെസ് ആർ എക്സ്റ്റേണലിൻ്റെ വാല്യൂ 0. അതൊരു സെല്ല് തന്നിട്ടുണ്ട്, അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ടു ഫ്ലോ ദ മാക്സിമം കറണ്ട് ഇൻ ദ സർക്യൂട്ട് വി ഹാവ് ടു ഷോർട്ട് ഇറ്റ്. അതായത് നമ്മൾ ആർ എക്സ്റ്റേണലിൻ്റെ വാല്യൂ 0 കൊടുക്കണം, അപ്പോൾ ആണ് ഇത് ഷോർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാക്സിമം ആണ്. അത് EMF ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇത് മാക്സിമം കറണ്ടിൻ്റെ കൺസെപ്റ്റാണ്. അങ്ങനെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുമ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽസിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും അക്രോസ് ദിസ് സെൽ, സിംഗിൾ സെല്ലിൻ്റെ കൺസെപ്റ്റിൽ. മനസ്സിലായല്ലോ? ഇതാണ് ഷോർട്ടിങ്. അപ്പോൾ മാക്സിമം കറണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്യണം, ആർ എക്സ്റ്റേണലിനെ 0 ആക്കണം. അപ്പോൾ മാക്സിമം പോസിബിൾ കറണ്ട് ചോദിച്ചാലോ? അപ്പോൾ മാക്സിമം പോസിബിൾ കറണ്ട് ചോദിച്ചാൽ ആ സർക്യൂട്ടിൽ ഡെലിവർ ചെയ്യുന്ന എക്സ്റ്റേണൽ പവർ മാക്സിമം ആവണം. പവർ മാക്സിമം ആണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം കൺസെപ്റ്റ് എടുക്കണം. അപ്പോൾ മാക്സിമം പോസിബിൾ കറണ്ട് ചോദിച്ചാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ ടോട്ടലിനെ ഇന്നർ റെസിസ്റ്റൻസ് ടോട്ടലായിട്ട് ഇക്വേറ്റ് ചെയ്യണം. മാക്സിമം കറണ്ട് ചോദിച്ചാൽ ആർ എക്സ്റ്റേണലിൻ്റെ വാല്യൂ 0 കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, കോമ്പിനേഷൻ. ഇത് നമുക്കറിയാം, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആർ കണക്ട് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇ എഫക്റ്റീവ് ഓർക്കുക. സീരീസിൽ ഇ എഫക്റ്റീവ് EM പ്ലസ് E2 ആണ്, വേറെ ഒന്നും അവിടെ ഇല്ല. ഇപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ കറണ്ട് ഇസിക്വൽ ആര് വരും? ഇഫക്റ്റീവ് EMF E1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആരാ? R1 പ്ലസ് R2 പ്ലസ് R എന്ന് വരും. ഇതാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻസ് വരും. രണ്ട് ഒരേ പൊളാരിറ്റി ആയതുകൊണ്ട് ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടാണ്. ഇനി ഏത് സെല്ല് റിവേഴ്സ് ചെയ്താലോ അതിൻ്റെ പൊളാരിറ്റിക്ക് നെഗറ്റീവ് കൊടുത്തങ്ങ് സോൾവ് ചെയ്താൽ മതി. പറഞ്ഞ് മനസ്സിലായല്ലോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പാരലൽ കോമ്പിനേഷൻ വന്നാൽ അങ്ങനെ തന്നെയാണ്. പാരലൽ കോമ്പിനേഷൻ വന്നാൽ ഈ ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് EMF കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് E/R ഡിവൈഡഡ് ബൈ സം ഓഫ് 1/R ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ എഫക്റ്റീവിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകതകൾ ഓർക്കണം. സീരീസിൽ N ഐഡൻറ്റിക്കൽ സെൽസ് ആണെങ്കിൽ ഈ എഫക്റ്റീവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ NE എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ കോമ്പിനേഷനിൽ വരുമ്പോൾ N ഐഡൻറ്റിക്കൽ സെല്ലാണെങ്കിലോ നിങ്ങൾ ഈ എഫക്റ്റീവ് ആണെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് 10 വോൾട്ട് സെല്ല്, ഇതും 10 വോൾട്ട് സെല്ലാണെങ്കിൽ ഇഫക്റ്റീവ് EMF 10 വോൾട്ട് ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ എപ്പോഴും ഓർത്ത് നോക്കുക പാരലൽ കോമ്പിനേഷനിൽ. ബാക്കി നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകളും കറണ്ട് കാണാനുള്ള ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്? അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. N സെൽസ് ആണെങ്കിൽ കറണ്ട് കാണാൻ NE/NR പ്ലസ് R എന്നും, പാരലാണെങ്കിൽ M ടൈംസ് E/R പ്ലസ് M ടൈംസ് സ്മോൾ r. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കണം. യെസ്, മിക്സ്ഡ് കോമ്പിനേഷൻ സെയിം കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മിക്സ്ഡ് കോമ്പിനേഷൻ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഓർക്കണം. N × M ആണ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് വരിക. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വരും.
ടോട്ടൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു NR/M ആണ്. അത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനോട് ഈക്വൽ ആകും. ഈ കണ്ടീഷൻസൊക്കെ നമ്മൾ മിക്സ്ഡ് കോമ്പിനേഷനിൽ ഓർക്കണം. പിന്നീട് ജനറലി പറയുന്നത് കറണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് E എഫക്റ്റീവ് എങ്ങനെ കാണും, R എഫക്റ്റീവ് എങ്ങനെ കാണുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. മിക്സ്ഡ് പവർ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറവും എത്ര സെൽസ് വേണമെന്ന റിലേഷൻസ് ഓർക്കുക. ഓക്കെ, മീറ്റർ ബ്രിഡ്ജ് ആണ് നെക്സ്റ്റ് കൺസെപ്റ്റ്. മീറ്റർ ബ്രിഡ്ജിൻ്റെ റിലേഷൻസ് ഒക്കെ നമുക്കറിയാം. അത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കൺസെപ്റ്റാണ്. P/Q = R/S എന്നുള്ള ഐഡിയ ഉപയോഗിച്ച് ചെയ്യണം. നമുക്കറിയാം ലെഫ്റ്റ് ഗ്യാപ്പ് റൈറ്റ് ഗ്യാപ്പും പ്രസൻ്റ് ആണ്, അത് ഓർക്കുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോണും റൈറ്റ് ഗ്യാപ്പിൽ നോണും ആണെങ്കിൽ അത് ബാലൻസ്ഡ് ലെങ്ത് L/100 - L. ജനറൽ ലെങ്ത് ആണ് 100 - L. ഇനി ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജിൻ്റെ ക്വസ്റ്റ്യൻസിൽ 50 സെൻറ്റിമീറ്ററാണ് ലെങ്ത് എന്ന് പറയും. മനസ്സിലായോ? ടോട്ടൽ ലെങ്ത് 50 ആണെന്ന് പറഞ്ഞിട്ട് ബാലൻസ് ലെങ്ത് 20 എന്ന് പറയും. ഓർമ്മയില്ലാതെ മുകളിൽ 20 താഴെ 80 എടുക്കരുത്, താഴെ 30 വരത്തുള്ളൂ. കാരണം ടോട്ടൽ ലെങ്ത് 100 ആണെങ്കിലാണ് നമ്മൾ L/100 - L എന്ന് പറയുന്നത്. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് 50 ആണെങ്കിൽ ലെങ്ത് ഓഫ് വയർ 50 ആണെങ്കിൽ L/50 - L എന്നെടുത്ത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അതൊക്കെയാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ എപ്പോഴും അൺനോൺ കണക്ട് ചെയ്യണം, റൈറ്റ് ഗ്യാപ്പിൽ നോൺ കണക്ട് ചെയ്യണം. ന്യൂമറിക്കിലേക്ക് വരുമ്പോൾ അവരുടെ റെസ്പെക്റ്റീവ്ലി കൺസെപ്റ്റിനാണ് ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഏതാണോ ഫസ്റ്റ് പറയുന്ന റെസിസ്റ്റൻസ് അത് ലെഫ്റ്റിൽ എടുക്കുക, രണ്ടാമത് പറയുന്നത് റൈറ്റിലെടുത്ത് സോൾവ് ചെയ്യുക. മനസ്സിലായല്ലോ? ഒറ്റ ഇക്വേഷൻ അവിടെ പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഇനി പൊട്ടൻഷ്യോ മീറ്ററിലേക്ക് വരുമ്പോൾ, പൊട്ടൻഷ്യോ മീറ്റർ നമ്മൾ ഓർക്കേണ്ട പ്രൈമറി സർക്യൂട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് വരുന്നത്. പ്രൈമറി സർക്യൂട്ടിൽ നമ്മൾ ഓർക്കേണ്ട കാര്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ അതിൽ നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ കാര്യം, ഒരു ഡ്രൈവർ സെല്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് E0 ആണ്. പിന്നെ ഒരു കീയും ഒരു റിയോസ്റ്റാറ്റ് RH നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യോ മീറ്റർ വയേഴ്സ് കൺസിഡർ ചെയ്യുക. A മുതൽ B എന്നുള്ളൊരു പോയിന്റ് വരെ പൊട്ടൻഷ്യോ മീറ്റർ വയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ പറയുവാണ്, നിർബന്ധമില്ല, ഇയാൾക്കൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. ഇതിൽ എസെൻഷ്യൽ, പ്രൈമറിയിൽ എസെൻഷ്യലായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഡ്രൈവർ സെല്ലാണ്, ഒന്ന് AB പൊട്ടൻഷ്യോ മീറ്റർ വയർ LAB എന്നുള്ള ലെങ്ത്തും RAB എന്ന് പറയുന്ന റെസിസ്റ്റൻസുമാണ്. അതിനെക്കുറിച്ചുള്ള ഡ്രോപ്പ് VAB ആണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. അപ്പോൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ പ്രൈമറിയിലെ എസെൻഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്ന ഒന്ന് ഡ്രൈവർ സെല്ലും ഒന്ന് പൊട്ടൻഷ്യോ മീറ്റർ വയറും മാത്രമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ പറയുന്ന ഡ്രൈവർ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും ഈ പറയുന്ന റിയോസ്റ്റാറ്റും ഓപ്ഷണലാണ്. ഈ ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട. ഇതാണ് ഓപ്ഷണലിൻ്റെ കൺസെപ്റ്റ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ? ശരിക്കും ഒന്നുകൂടി പറയുവാണ്. പ്രൈമറി ഓഫ് പൊട്ടൻഷ്യോ മീറ്ററിൽ എസെൻഷ്യൽ കണ്ടീഷനിലേക്ക് എസെൻഷ്യൽ ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡ്രൈവർ സെല്ലാണ്, രണ്ട് പൊട്ടൻഷ്യോ മീറ്റർ വയറാണ്. അതായത് ഡ്രൈവർ സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കരുത്. RH തന്നാൽ എടുക്കുക, തന്നില്ലെങ്കിൽ എടുക്കരുത്. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ പ്രൈമറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുക. ഇപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കൺസെപ്റ്റിൽ മാത്രം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ആയിരിക്കണം. അപ്പോൾ ആ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് E0 ആണ് EMF, R + RH + വയറിൻ്റെ റെസിസ്റ്റൻസ് RAB വരും. ഇതാണ് പ്രൈമറിയിലുള്ള കറണ്ടിൻ്റെ കൺസെപ്റ്റ് വരും. അപ്പോൾ R ഉം RH തന്നാൽ മാത്രമല്ലേ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തിയററ്റിക്കലി ആരും നിർബന്ധമില്ല. ഈ R ഉം RH നിർബന്ധം ഇല്ല. തന്നാൽ ഇതാണ് ഇക്വേഷൻ. തിയററ്റിക്കലി ആണെങ്കിൽ അത് E0/RAB എന്ന് മാത്രം എടുത്താൽ മതി. കാരണം വയറ് മാത്രം അവിടെ വരത്തുള്ളൂ. തിയററ്റിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന R ഉം RH തന്നിട്ടില്ലെങ്കിൽ അതാണ് ഇക്വേഷൻ, ഗിവൺ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്കവിടെ വേണ്ടത് പ്രൈമറിയിൽ നിന്ന് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റെ ജനറൽ ഇക്വേഷൻ K എന്ന് പറയുന്ന ആരാണ്? ടോട്ടൽ ഡ്രോപ്പ് അക്രോസ് എ പൊട്ടൻഷ്യോ മീറ്റർ വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ യൂണിറ്റ് ലെങ്ത്, അതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. യൂണിറ്റ് ഒക്കെ നമുക്കറിയാം. ഇനി ജനറൽ കൺസെപ്റ്റ് ആണെങ്കിൽ K കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ എന്താ? ഈ I × RAB ആണ് VAB, ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E0 × RAB ഡിവൈഡഡ് ബൈ R + RH + RAB ഇൻറ്റു ഇവിടെ LAB ഉള്ളത് കൊണ്ട് LAB എന്ന് വരും. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഒരു പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ പ്രൈമറിയിൽ നിന്ന് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. മനസ്സിലായല്ലോ? R ഉം RH ഗിവൺ ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യണം. E0 ഡ്രൈവർ സെല്ല്, RAB പൊട്ടൻഷ്യോ മീറ്റർ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ്, RH നമുക്കറിയാം, RAB LAB. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഇക്വേഷൻ. തിയററ്റിക്കലി ഞാൻ വീണ്ടും പറയുന്നത്, തിയററ്റിക്കലിൻ്റെ മീനിങ് ഈ R ഉം ഈ RH നിർബന്ധമായിട്ട് വേണമെന്നില്ല. തന്നാൽ മാത്രം എടുക്കേണ്ട ഇക്വേഷനാണ്, തന്നില്ലെങ്കിൽ എടുക്കരുത്. അപ്പോൾ തിയററ്റിക്കലി അയാളെക്കുറിച്ച് പറയേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ E0/RAB
ഇതാണ് കറണ്ട് ഇൻറ്റു RAB. ഇതാണ് ആര്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് VAB ഡിവൈഡഡ് ബൈ LAB. ശരിയല്ലേ? അപ്പോൾ K is equal to എന്ത് വരും? E0/LAB വരും. ഇതാണ് തിയററ്റിക്കൽ ഇക്വേഷൻ ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. കാരണം തിയററ്റിക്കലി ഡ്രൈവർ സെല്ല് ഡയറക്ട്ലി കണക്റ്റഡ് അക്രോസ് എ പൊട്ടൻഷ്യൽ മീറ്റർ വയറാണ്. അങ്ങനെയാണെങ്കിൽ അത് K is equal to E0/LAB എന്ന് വരും. ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇക്വേഷൻ ഓർക്കുക. ആ തിയററ്റിക്കൽ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ മീറ്റർ വയർ എന്ന് പറയാനുള്ള കാരണം ആ തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ Kയുടെ വാല്യൂ കുറയും. മനസ്സിലായോ? K കുറയുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ K കുറക്കണം, അപ്പോൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യണം. ഇതാണ് പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ പ്രൈമറിയിലുള്ള കൺസെപ്റ്റ്. ഈ രണ്ട് ഇക്വേഷൻ മാത്രം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പൊട്ടൻഷ്യൽ മീറ്ററിൽ കമ്പാരിസൺ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് E1/E2 എന്ന് പറയുന്ന കമ്പാരിസൺ ഇസ് ഈക്വൽ ടു ആരാ? L1/L2. ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ കിട്ടും. ഇതിങ്ങനെ കിട്ടണമെങ്കിൽ രണ്ട് കേസിലും പ്രൈമറി കോൺസ്റ്റൻ്റ് ആയിട്ട് വരണം. പിന്നെ ഇവിടെ രണ്ട് സെല്ല് സീരീസിലി കണക്ട് ചെയ്യുവാണെങ്കിലോ, ഇനീഷ്യൽ രണ്ട് സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്തു, സെക്കൻഡ് ഒരു പൊളാരിറ്റി മാറ്റി, സെക്കൻഡറിയിലെ കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ E1+E2 പ്രൊപ്പോർഷണൽ ടു L1 എടുക്കണം, ഇവിടെ E1-E2 പ്രൊപ്പോർഷണൽ ടു എടുക്കണം. പിന്നെ ഇവിടെ ഓർക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ സെല്ലിൻ്റെ കേസ് സംബന്ധിച്ചിടത്തോളം ഇവിടെ കണക്ട് ചെയ്യുന്ന സെല്ലിൻ്റെ എഫക്റ്റീവിൻ്റെ പോസിറ്റീവും ഹൈ പൊട്ടൻഷ്യൽ എപ്പോഴും എയിൽ കണക്ട് ചെയ്യണം. അതാണ് ഒരു പോയിന്റ്. രണ്ട്, സെക്കൻഡറിയിൽ കണക്ട് ചെയ്യുന്ന EMFൻ്റെ വാല്യൂ എപ്പോഴും പ്രൈമറിയിൽ കണക്ട് ചെയ്യുന്ന EMFൻ്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കണം. എങ്കിലേ വിത്തിൻ ദിസ് ലിമിറ്റ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ടീഷൻ കൂടി മാത്രം തിയററ്റിക്കൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. രണ്ട്, യെസ് ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നത്, സെക്കൻഡറിയിലുള്ള സെല്ല് നമ്മളിവിടെ എന്ത് ചെയ്യും? 0 ആക്കും, IG 0 ആക്കും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, സെക്കൻഡറിയിലുള്ള സെല്ലിന് സീരീസ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ബാലൻസ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. യെസ്, ഇൻ്റർ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ആറിൻ്റെ വാല്യൂ കാണാൻ L1 - L2 ഡിവൈഡഡ് ബൈ L2 ഇൻറ്റു R. ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുക. ഓരോന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ L1 കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആവണം. അതാണ് കൺസെപ്റ്റ്. ഇത് കൂടി കറണ്ട് ഇല്ല, P പ്രൊപ്പോർഷണാലിറ്റി കിട്ടും. ആറിൻ്റെ വാല്യൂ പ്രസൻറ്റ് ആകുമ്പോൾ, ആറിൻ്റെ വാല്യൂ നോട്ട് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ, അല്ലെങ്കിൽ നോട്ട് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ആ സമയത്ത് ബാലൻസ് ലെങ്ത് L2 കിട്ടും. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആ വാല്യൂ കിട്ടും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. യെസ്, ജൂൾസ് ലോ. അത് നമുക്കറിയാം, H എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആരാണ്? I²RT. ഇതാണ് H കാണാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? V²T/R ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ H ഈസ് ഈക്വൽ ടു ആരാണ്? VI/T ആണ്. ഈ മൂന്ന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആവണം. കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കൺസെപ്റ്റിൽ മാത്രം നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ H ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്നും കൂടി എഴുതാം കേട്ടോ. P/T വരും. ഇനി വേരിയബിൾ ആണ് കറണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സ്മോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ആര് വരും? I²R/dt വരും. അപ്പോൾ ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻറ്റഗ്രൽ I²R/dt ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് കൺസെപ്റ്റ്. ആ രണ്ട് ഇക്വേഷൻസ് അവിടെ ഓർത്ത് വെക്കുക. പിന്നീട് നമ്മൾ കമ്പാരിസൺ വരുന്നത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ കേസിൽ അവിടുത്തെ നമ്മൾ MC∆T കമ്പാരിസൺസ് ഇവിടെ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. യെസ്, പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അത് I²R. ഇത് എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഇക്വേഷനും ആ കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും അവിടെ പഠിക്കാനില്ല. മനസ്സിലായോ? പിന്നെ നമുക്ക് ഓർക്കേണ്ടത് യെസ് ബൾബുകളുടെ കൺസെപ്റ്റാണ്. ബൾബുകളുടെ കേസിൽ നമുക്കറിയാം റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജും ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. കാരണം നമുക്ക് ബൾബൊക്കെ നോക്കുമ്പോൾ 60 വാട്ട്, 230 വോൾട്ട് എന്നൊക്കെ എഴുതി കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇയാൾ റേറ്റഡ് പവറാണ്, ഇയാൾ റേറ്റഡ് വോൾട്ടേജ് ആണ്. കറണ്ട് ഫ്ലോ സമയത്ത് റേറ്റഡ് കറണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ആ റേറ്റഡ് പവർ അതിൻ്റെ മാക്സിമം പവറാണ്. അതിനേക്കാളും കൂടുതൽ പവർ താങ്ങാനുള്ള ശേഷി ഇൻസ്ട്രുമെൻറ്റ് കാണത്തില്ല. പക്ഷേ ആ റേറ്റഡ് പവർ കിട്ടണമെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് അക്രോസ് കിട്ടേണ്ട വോൾട്ടേജ് VR ആവണം, അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR ആവണം. എപ്പോഴെങ്കിലും ആ ഇൻസ്ട്രുമെൻറ്റിന് കിട്ടുന്ന ഡ്രോപ്പ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെലിവേർഡ് ഗ്രേറ്റർ ദാൻ റേറ്റഡ് വോൾട്ടേജ് ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഫ്യൂസ് ആയിപ്പോവും. കറണ്ട് ഫ്ലോ ഗ്രേറ്റർ ദാൻ റേറ്റഡ് കറണ്ട് ആണെങ്കിലും ആ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യും? ഫ്യൂസ് ആയിപ്പോവും. ഇതാണ് ഫ്യൂസിങ് കണ്ടീഷൻസ്. പക്ഷേ എപ്പോഴാണോ ഡെലിവേർഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VR ഈക്വൽ ആകുന്നത്, ഡെലിവേർഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു VR ആകുന്നത്, മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യും. എപ്പോഴാണോ കറണ്ട് ഫ്ലോ ഈസ് ഈക്വൽ ടു റേറ്റഡ് കറണ്ട് ആകുന്നത്, അപ്പോഴത് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യും. ഫ്യൂസ് ആകില്ല, മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യും.
ഇനി എപ്പോഴാണോ ഡെലിവേർഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവും റേറ്റഡ് വോൾട്ടേജ് കൂടുതലാകുന്നത്, ആ സമയത്ത് പവർ റേറ്റഡ് പവറിനേക്കാളും കുറയും. എപ്പോഴാണോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻസ്ട്രുമെൻറ്റ് റേറ്റഡ് കറണ്ടിനേക്കാൾ കുറയുന്നത്, അപ്പോഴും പവർ ഡെലിവേർഡ് റേറ്റഡ് പവറിനേക്കാളും കുറയും. ഇതാണ് കണ്ടീഷൻസ്. ഫ്യൂസിങ്ങും മാക്സിമം ഇൻറ്റൻസിറ്റിയുടെയും റേറ്റഡ് പവറിനേക്കാൾ കുറഞ്ഞ പവറിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻസ് അതാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഈക്വേഷൻസുമാണ്, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നീട് നമുക്ക് ഈക്വേഷൻ കണ്ടെത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് കാണാൻ റേറ്റഡ് വോൾട്ടേജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ കണ്ടാൽ മതി. ഇനി ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനെ ക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് മാറില്ല. വി നോ ദാറ്റ് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ആക്ച്വലി ടെമ്പറേച്ചർ മാറുമ്പോൾ മാറേണ്ടതാണ്. പക്ഷേ ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലൊക്കെ നമ്മൾ റെസിസ്റ്റൻസിന് അപ്രോക്സിമേറ്റ്ലി എല്ലാ കണ്ടീഷൻസിലും കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ് എല്ലാ സമയത്തും സെയിം ആണ്. അപ്പോൾ റേറ്റഡ് കറണ്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? റേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ റേറ്റഡ് വോൾട്ടേജ് ചെയ്താൽ നമുക്ക് റേറ്റഡ് കറണ്ടും കൂടി കിട്ടും. അപ്പോൾ ആ റേറ്റ് ഗിവൺ നമുക്ക് റേറ്റഡ് കറണ്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ സിംപ്ലി ഈ ഒരു ലോജിക്കിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു ബൾബ് കൺസിഡർ ചെയ്തു. അയാളുടെ പവർ PR ആണ്, അയാളുടെ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് VR ആണ്. ഞാൻ ആ ബൾബിനെ അതേ റേറ്റഡ് വോൾട്ടേജ് VRനെ ക്രോസ് കണക്ട് ചെയ്തു എങ്കിൽ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് റേറ്റഡ് കറണ്ട് ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ആ സമയത്ത് ഡെലിവറി ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് റേറ്റഡ് പവറും ഡെലിവറി ചെയ്യുന്ന വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജും കറണ്ട് ഫ്ലോ റേറ്റഡ് കറണ്ടിന് ഈക്വൽ ആണ്. വർക്ക്സ് വിത്ത് മാക്സിമം ഇൻറ്റൻസിറ്റിയാണ്. അയാൾ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യും. മനസ്സിലായോ? ഇനി അതേ ബൾബിനെ ഞാൻ ഒരു വോൾട്ടേജ് ഡ്രോപ്പിനെ ക്രോസ് കണക്ട് ചെയ്യുവാണ്. പവർ റേറ്റഡ് പവർ PR ആണ്, റേറ്റഡ് വോൾട്ടേജ് VR ആണ്, കറണ്ട് ഫ്ലോ IR ആണ്. കറണ്ട് ഫ്ലോ IR ആയിരിക്കില്ല, കാരണം സപ്ലൈ വോൾട്ടേജ് മാറി. പക്ഷേ റേറ്റഡ് പവറും റേറ്റഡ് വോൾട്ടേജ് മാറില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഓർക്കേണ്ട കാര്യം, ഈ V ഗ്രേറ്റർ ദാൻ VR ആണെങ്കിൽ ഫ്യൂസായി പോകും. ഈക്വൽ ടു VR ആണെങ്കിൽ പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു റേറ്റഡ് പവർ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ V ഞാൻ കൺസിഡർ ചെയ്യുന്നത് ലെസ് ദാൻ VR ആണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഡെലിവർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ആ സമയത്ത് ഡെലിവേർഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആരാണ്? റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ദാസ് ഈക്വൽ ടു ഡെലിവേർഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിന് എന്ത് എഴുതാം? റേറ്റഡ് വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റേറ്റഡ് പവർ എന്ന് എഴുതാം. അപ്പോൾ ഒരു ബൾബിനെ ക്രോസ് കണക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് റേറ്റഡ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ ആ സമയത്ത് ഡെലിവർ ചെയ്യുന്ന പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെലിവേർഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റേറ്റഡ് വോൾട്ടേജ് ദ സ്ക്വയർ ഇൻറ്റു റേറ്റഡ് പവർ. ഇതാണ് റേറ്റഡ് വോൾട്ടേജിനേക്കാളും കുറവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻസിന് ഡെലിവർ ചെയ്യുന്ന പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഡെലിവേർഡ് വോൾട്ടേജ് VRന് ഈക്വൽ ആണെങ്കിലോ PD പവർ ഡെലിവേർഡ് ഇസ് ഈക്വൽ ടു PR ആയിട്ട് മാറും. ഈ ഇക്വേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. ഇനി അതുകൊണ്ട് തന്നെയാണ് രണ്ട് ബൾബിൻ്റെ സീരീസ് കോമ്പിനേഷൻസ് കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. കൺസെപ്റ്റ് 2 ബൾബ്സ് ഓഫ് സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആണ് V0. രണ്ടിനും വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആണ്, പവർ ഡിഫറൻ്റ് ആണ്. P01 P02. ഞാനൊരു എക്സ്ട്രാ ഐഡിയ കൂടി എടുക്കുവാണ്. ഫസ്റ്റ് ബൾബിൻ്റെ റേറ്റഡ് പവർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ബൾബിൻ്റെ റേറ്റഡ് പവർ ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. ചുമ്മാ വിചാരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഈ കണ്ടീഷൻസ് എന്നൊരു കാര്യം മനസ്സിലാകുന്നത് ശരിക്കും ശ്രദ്ധിക്കുക പറയുമ്പോൾ, ഇത് R1, ഇത് V0 ആണ്. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസിനെ എനിക്ക് R1നെ V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിൻ്റെ പവർ P01 എന്ന് വിളിക്കാം. മനസ്സിലായി? VR സ്ക്വയർ ബൈ PR ആണ്. അപ്പോൾ R2ൻ്റെ വാല്യൂവിന് എനിക്ക് V0 സ്ക്വയർ ബൈ P02 എന്ന് വിളിക്കാം. ഇത് അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇനി അത് കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? സീരീസ് കോമ്പിനേഷനിലാണ് അല്ലേ? സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്തു. കണ്ടീഷൻ മാർക്കരുത്. രണ്ട് ബൾബ്, രണ്ടിന് റേറ്റഡ് വോൾട്ടേജ് സെയിം ആണ്, പവർ ഡിഫറൻ്റ് ആണ്. ആ രണ്ട് ബൾബിനെ സീരീസിലി അതേ റേറ്റഡ് വോൾട്ടേജിനെ ക്രോസ് കണക്ട് ചെയ്യുന്ന കേസാണ് ഞാനിവിടെ പറയണേ. അപ്പോൾ കണ്ടീഷൻസ് മറക്കാതിരിക്കും. ഇക്വേഷൻ മാത്രം പഠിക്കരുത്, കണ്ടീഷൻസ് കൂടി ഓർക്കുക. അതേ റേറ്റഡ് വോൾട്ടേജിനെ ക്രോസ് സീരീസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഇഫക്റ്റീവ് പവർ എന്ന് പറയുന്നത് V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ് സ്ക്വയർ ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അതാരാ? R1 പ്ലസ് R2 ആണ്. ഇനി R1 പ്ലസ് R2 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ V0 സ്ക്വയർ കോമണായിട്ട് വെളിയിലെടുത്താൽ ബാക്കി 1/P01 പ്ലസ് 1/P02 എന്ന് വരും. V0 സ്ക്വയർ ക്യാൻസൽ ആയാൽ സീരീസിലുള്ള എഫക്റ്റീവ് പവർ കോമ്പിനേഷനാണ്
1/P01 പ്ലസ് 1/P02 is equal to 1/P effective എന്ന് വരും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് രണ്ട് ബൾബുകൾ ഒരേ റേറ്റഡ് വോൾട്ടേജിനെ സീരീസിൽ അതേ റേറ്റഡ് വോൾട്ടേജിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ചില കണ്ടീഷൻസിൽ അതേ രണ്ട് ബൾബുകളാണ്, പക്ഷേ ആ രണ്ട് ബൾബ് കണക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. മറ്റൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് കണക്ട് ചെയ്യാൻ പറയും. അതേ റേറ്റഡ് വോൾട്ടേജ് ആണെങ്കിൽ ആ ഇക്വേഷൻ വരത്തുള്ളൂ. മറ്റൊരു വോൾട്ടേജ് അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് പവർ ഇസ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് V² വരും ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V0² ഇൻറ്റു 1/P01 പ്ലസ് 1/P02 എന്ന് വരും. ഇതായിരിക്കും ആ സമയത്തുള്ള പവർ ഡെലിവേർഡ് ഇക്വേഷൻ വരും. മനസ്സിലായല്ലോ? V അപ്ലൈഡ് ഇസ് ഈക്വൽ ടു VR ആണെങ്കിൽ മാത്രം അത് ക്യാൻസലായി പോയി ബാക്കിയുള്ള ആൻസർ വരത്തുള്ളൂ. അതൊന്ന് ഓർക്കുക. മനസ്സിലായല്ലോ? ഇനി ഇവിടെ വീണ്ടും രണ്ട് റേറ്റഡ് വോൾട്ടേജ് സെയിം ആണ്. ആർക്കാ പവർ കൂടുതൽ? ഫസ്റ്റ് വൺ റേറ്റഡ് പവർ കൂടുതലാണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈ R1 R2 കമ്പയർ ചെയ്യുമ്പോൾ VR² രണ്ടിനും സെയിം ആണ്. ശരിയാണോ? അങ്ങനെ എന്ത് എഴുതാം? R പ്രൊപ്പോർഷണൽ ടു റേറ്റഡ് പവർ എന്ന് എഴുതി കൂടെ? ഇപ്പോൾ റേറ്റഡ് പവർ കൂടിയ ആൾക്ക് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ R1 റെസിസ്റ്റൻസ് കുറവും R2 റെസിസ്റ്റൻസ് ആരാണ് കൂടുതലുമായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ അതൊന്ന് മനസ്സിലായി. അപ്പോൾ R1 റെസിസ്റ്റൻസ് കൂടുതലാണ്. ഞാൻ താഴേക്ക് വരുമ്പോൾ ആ രണ്ട് ബൾബുകളെ ഞാൻ സീരീസിൽ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ആരാ സെയിം? കറണ്ടാണ് സെയിം. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? പവർ ഡെലിവേർഡ് പവർ പ്രൊപ്പോർഷണൽ റെസിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് വണ്ണിൻ്റെ റെസിസ്റ്റൻസ് കുറവ്, അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ഡെലിവേർഡ് പവർ കുറവും സെക്കൻഡ് വണ്ണിൻ്റെ ഡെലിവേർഡ് പവർ കൂടുതലുമാണ്. ഇവിടെ എന്ത് പറയാം? സെക്കൻഡ് ബൾബായിരിക്കും സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നെസ് തരുക. അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ്. സിമിലർലി പാരലൽ കോമ്പിനേഷൻ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് നോക്കി മനസ്സിലാക്കി എടുക്കുക. മനസ്സിലായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പാരലൽ കോമ്പിനേഷൻ നമ്മൾ സോൾവ് ചെയ്ത് എഫക്റ്റീവ് ഈ 3 കേസ് അവിടെയും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ബൾബിൻ്റെ കേസും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എല്ലാ ടോപ്പിക്കുകളായിട്ട് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഡൗട്ടുള്ളവർ റൈസ് ഹാൻഡ് ഉപയോഗിച്ച് ഇപ്പോഴേ ഇരിക്കുക കേട്ടോ. അത് തിയറി ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും എന്താണെങ്കിലും ചോദിക്കാം. ഓക്കെ, റൈസ് ഹാൻഡ് ഉപയോഗിക്കുക. ഡിക്സൺ. ഹലോ sir, can you please explain the Thevenin circuit? തെവനിൻസ് തിയറം നമുക്ക് പഠിക്കാനുണ്ടോ? സർ ഞങ്ങളെ പഠിപ്പിച്ചായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. തെവനിൻസ് തിയറത്തിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളത് സർക്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്തേ ആ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്ത് മാറ്റി വരക്കുന്നേ ഉള്ളൂ. അല്ല സർ, എനിക്ക് അതിനകത്ത് ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണേ? സർക്യൂട്ട് അനാലിസിസിന് വേണ്ടിയിട്ട് സോർട്ട് ചെയ്യാനായിട്ട്. ടു ഫൈൻഡ് വാട്ട്? കറന്റ് ത്രൂ ആൻ എലിമെന്റ്. കറന്റ് ത്രൂ ആൻ എലിമെന്റ് കാണാൻ വേണ്ടി നമുക്ക് എത്ര മെത്തേഡ്സ് ഉണ്ടോ? നമ്മുടെ കിർച്ചോഫിന്റെ ട്രാവലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ വെറുതെ ഓരോ മെത്തേഡുകൾ പഠിച്ചു വയ്ക്കുകയാണ് നല്ലത്. അറിയാവുന്ന മെത്തേഡുകൾ നന്നായിട്ട് പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതല്ലേ നല്ലത്. വെറുതെ ഒരു ടോപ്പിക് ഓക്കെ തെവനിൻസ് തിയറം കേട്ടത് ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവരും സർക്യൂട്ടിനെ ക്രിച്ചോസ് കറണ്ടിൽ വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. കേട്ടോ? മറ്റേ ബൾബിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ നെറ്റ് ചെറുതായിട്ടൊന്ന് കട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നൊരു ഡൗട്ട് ചോദിച്ചോട്ടോ. ആ ചോദിച്ചോ. സാർ, നമ്മൾ പാരലലായിട്ട് ഡിഫറെന്റ് പവർ റേറ്റിംഗ്സ് ഉള്ള ബൾബുകൾ കണക്ട് ചെയ്യുന്നു. പാരലായിട്ട് ഓക്കെ, രണ്ട് ബൾബ് പാരലായിട്ട് കണക്ട് ചെയ്തു. പവർ റേറ്റിംഗോ സെയിം പവർ റേറ്റിംഗോ എനിത്തിങ്, രണ്ട് ബൾബുകൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിലൊരു ബൾബ് ഫ്യൂസ് ആയിപ്പോയി. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മേളിൽ നടക്കുന്ന ബൾബിന്റെ ബ്രൈറ്റ്നെസ് കൂടിയോ അങ്ങനെ വല്ലതും? അല്ല, അങ്ങനെ സംഭവിക്കില്ലല്ലോ. ചേഞ്ച് ചെയ്യത്തില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോൾ റേറ്റഡ് പവർ P1 ആണ്, ഇയാൾ റേറ്റഡ് പവർ P2 ആണെന്ന് വിചാരിച്ചോ. അപ്പം ഇതിനെ ക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇതിനെ ക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണ്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് ഞാൻ V1 എന്നും ഇയാളുടെ ഞാൻ V2 എന്നും വിളിച്ചു. ഇവിടെ ഞാൻ ഗിവൺ പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ സപ്പോസ് ഈ ബൾബാണ് ഫ്യൂസ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇത് ഫ്യൂസ് ആകണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, V ഷുഡ് ബി ഗ്രേറ്റർ ദാൻ V1 ആയിരിക്കണം. കാരണം ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണോ ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇയാൾക്ക് എക്രോസും കിട്ടുക. അപ്പോൾ ഇവിടെ എന്തായാലും V ഗ്രേറ്റർ ദാൻ V1 ആണെങ്കിൽ ഇയാൾ ഫ്യൂസ് ആയെന്ന് വിചാരിച്ചോ. ഇയാൾ ഫ്യൂസ് ആകുന്നതിന് മുന്നേയും
ഇയാൾ ഫ്യൂസ് ആകുന്നതിന് ശേഷവും ഈ ബൾബിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആര് തന്നെയാണ്? V തന്നെയാണ്. അപ്പോൾ അതിന് ചേഞ്ചസ് ഇല്ല. ഓക്കെ സർ. ഇനി ഇയാൾ ഫ്യൂസ് ആകുന്നതിന് മുന്നേയും ഇയാൾ ഫ്യൂസ് ആകുന്നതിന് ശേഷവും ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആരാണ്? ആ ബൾബിന് കിട്ടുന്ന അതും റെസിസ്റ്റൻസ് സെയിം ആണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ മാറത്തില്ല. അപ്പോൾ ഈ ബൾബിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവർ ഡെലിവേർഡ് എന്ന് പറയുന്നത് അതിനെ ക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇനി ഈ ബൾബ് ഫ്യൂസ് ആയാലും ഫ്യൂസ് ആയില്ലെങ്കിലും ഈ പറയുന്ന വിയുടെ വാല്യൂ ഈ പറയുന്ന ആർട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ സർ, ഒരു കാര്യം അതിനകത്ത് എനിക്ക് സംശയം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് അതായത് ഈ ബൾബുകൾക്ക് നമുക്ക് ഈ ബൾബുകളെ റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? ചെയ്തു. ഓക്കെ, ചെയ്തോ. അപ്പൊ ഈ ബൾബുകളിലൂടെ ഒഴുകുന്ന കറന്റിന്റെ അളവ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ? ആയിരിക്കാം. റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അല്ല അതൊക്കെ അത് കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഉള്ളപ്പോഴും ഇയാൾ ഇല്ലാത്തപ്പോഴും ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് മാറത്തില്ലേ? മാറും. അപ്പം രണ്ട് കേസിലുള്ള നെറ്റ് കറണ്ട് മാറത്തില്ലേ? ഇപ്പം നെറ്റ് കറണ്ട് അവിടെ കോൺസ്റ്റന്റ് അല്ല. രണ്ട് കേസ് നെറ്റ് കറണ്ട് കോൺസ്റ്റന്റ് എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഇയാൾ ഞാൻ നോക്കട്ടെ, ഇതിൽ കൂടെയുള്ള കറണ്ട് കോൺസ്റ്റന്റാ? ഇതിൽ കൂടെയുള്ള കറണ്ട് ഈ രണ്ട് ഇയാൾ ഫ്യൂസ് ആകുമ്പോഴും ഫ്യൂസ് ആവാത്തപ്പോഴും ഇതിൽ കൂടെയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആണ്, അത് മാറത്തില്ല. ഇയാൾക്കുള്ള കറണ്ട് ഞാൻ രണ്ട് കേസിലായി ഡാഷ് എന്ന് വിളിച്ചെന്ന് വിചാരിച്ചോ? ഫ്യൂസ് ആകുന്നതിന് മുന്നേ ഇതിൽ കൂടുതലുള്ള കറണ്ട് ഞാൻ ഐ ഡബിൾ ഡാഷ് എന്ന് വിളിച്ചെന്ന് വിചാരിച്ചോ? ഈ കറണ്ട് ഞാൻ ഐ എന്ന് വിളിച്ചെന്ന് വിചാരിച്ചോ? ഇയാൾ എപ്പോഴാണ് ഫ്യൂസ് ആകുന്നത് ആ സമയത്ത് ഇത് ഐ ഡാഷ് ഇത് ഐ ഡാഷ് ആവും. നെറ്റ് കറണ്ടിന് അത്രയും ചേഞ്ചസ് വരും. കാരണം ഈ റെസിസ്റ്റൻസ് അവിടെ പോയി, ആ റെസിസ്റ്റൻസ് പോകുമ്പോൾ ആർ എഫക്റ്റ് കൂടും. അപ്പോൾ ആ കറണ്ട് നെറ്റ് കറണ്ടിന് ഡീവിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചിന്ത കറണ്ട് കോൺസ്റ്റന്റ് അല്ലേ എന്നുള്ള ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് ഇയാൾ പോകുമ്പോൾ ആ കറണ്ട് കൂടി ഇതിലൂടെ പോകുന്നു എന്നുള്ള ചിന്ത മനസ്സിൽ വരിക. നെറ്റ് കറണ്ട് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. കാരണം റെസിസ്റ്റൻസ് മാറുമ്പോൾ പാരലൽ കോമ്പിനേഷനിൽ ആർ എഫക്റ്റീവ് മാറും, ആർ എഫക്റ്റീവ് മാറും, ഓട്ടോമാറ്റിക് നെറ്റ് കറണ്ട് മാറും. അപ്പോൾ ഇയാൾ ഫ്യൂസ് ആകുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് ഒരു ചേഞ്ചസ് വരുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്ന് വാല്യൂഡ് ചിന്തിച്ചാൽ മതി. ഇയാൾ 4 ohm ആണ്, അല്ലെങ്കിൽ ഇയാൾ 4 ohm ആണെന്ന് വിചാരിച്ച് നോക്കുന്നേ. അപ്പോൾ ഇത് 4 ohm ഇത് 4 ohm ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ohm ആണ്. പക്ഷെ ഇയാൾ കട്ട് ചെയ്ത് പോകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 4 ohm ആയിട്ട് മാറും. അപ്പം നെറ്റ് കറണ്ട് മാറും. അതെ, കൂടും. അപ്പം നെറ്റ് കറണ്ട് മാറും. അപ്പം നെറ്റ് കറണ്ട് കുറയും. ആ നെറ്റ് കറണ്ട് എത്ര കുറയുന്നോ അത് ഈ ബ്രാഞ്ചിൽ കൂടുതലുള്ള കറണ്ട് ആയിരിക്കും അവിടെ കുറയുക. ഓക്കെ, ഡിക്സൺ പറഞ്ഞോളൂ. സർ, ഒരു കാര്യം കൂടി, നമ്മുടെ ആ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തേ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ആ ഭാഗം ജസ്റ്റ് ഒന്നുകൂടെ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? അതിൽ ഞാൻ സെക്കൻഡറി വരക്കുന്നത്, പ്രൈമറി ഞാൻ വരക്കുന്നില്ല. ഇതാണ് പ്രൈമറി വയറെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെയാണ് സെല്ലുള്ളത്. ഇന്റേണൽ റെസിസ്റ്റൻസ് 6 ആണ്, EMF E ആണ്. ഇവിടെയാണ് ഗാവനോമീറ്റർ, ഇവിടെയാണ് ജോക്കി ഉള്ളത്. പിന്നെയാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ ആക്ച്വലി കണക്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇതാണ് കേസ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ക്യാപിറ്റൽ ആർ ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഇതിൽ കൂടി കറണ്ട് ഇല്ല. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ കറണ്ടിന് എന്താ ചെയ്യണം? 0 ആക്കണം. ആ കറണ്ട് 0 ആകുമ്പോഴും പ്രൈമറി കൂടി ഫ്ലോ ചെയ്യുന്ന ഒരേ ഒരു കറണ്ട്, പ്രൈമറി കറണ്ട് മാത്രമേ ഇതിലൂടെ ഫ്ലോ ചെയ്യത്തുള്ളൂ. ശരിയാണോ? ഇവിടെ ഒരു പ്രൈമറി സർക്യൂട്ട് ഇല്ലേ, ഇതിൽ നിന്ന് വരുന്ന കറണ്ട് മാത്രം ഇതിലൂടെ ഫ്ലോ ചെയ്യും. കാരണം ഈ കറണ്ട് 0 ആക്കിയാൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഇല്ല, ഇതിൽ നിന്ന് ഇങ്ങോട്ട് കറണ്ട് ഇല്ല. അതാണ് ബാലൻസ് കണ്ടീഷൻ. ഇപ്പം ഇതിൽ കൂടി കറണ്ട് ഇല്ലെങ്കിൽ ഈ ആർ ഇൻഡിപെൻഡൻ്റ് ആവും. ഇപ്പോൾ ഏക്കും ഇവിടെ ഒരു സി എന്നുള്ള പോയിന്റിലാണ് എനിക്ക് ബാലൻസ് ലെങ്ത് കിട്ടിയതെങ്കിൽ ഇതിൽ കൂടി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇയാൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഏക്കും സിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF-നോട് ഈക്വൽ ആവും. ഇതിലൂടെ കറണ്ട് ഇല്ല, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ സെല്ല് ഡയറക്ട്ലി കണക്റ്റഡ് അക്രോസ് AC വരും. അങ്ങനെയാണ് ബാലൻസിങ് പ്രൊപ്പോർഷണാലിറ്റി പ്രൊപ്പോർഷണൽ L1 എന്ന് കിട്ടും. ഞാൻ ഈ ലെങ്തിനെ L1 എന്ന് വിളിച്ചാലുള്ള കേസ്. അപ്പോൾ ഫസ്റ്റ് കേസായി. സെക്കൻഡ് കേസിൽ ഈ റെസിസ്റ്റർ ഇതിനെ ക്രോസ് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാവുന്നത്, അപ്പോൾ ഞാൻ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IG ആരാക്കണം? 0 ആക്കണം. പക്ഷെ അപ്പോഴും
ഈ സെല്ലിൽ നിന്ന് ആക്ച്വലി വരുന്ന കറണ്ട് ഇവിടെ വെച്ചിട്ട് ഇതുവഴി ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, തിരിച്ച് ഇതുവഴി ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ആരെ മാത്രമാണ് സീറോ ആക്കിയത്? ഇതുവഴി വന്നിട്ട് പോകാനുള്ള കറണ്ട് ഞാൻ സീറോ ആക്കി. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു പാത്ത് വഴി കറണ്ടിന് പോകാനുള്ള പോസിബിലിറ്റി അപ്പോഴും പ്രസൻ്റ് ആണ്. അപ്പോൾ ആ കറണ്ട് ഞാൻ I' എന്ന് വിളിച്ചു. അപ്പോൾ I' വാല്യൂ കാണാൻ ആ E ഡിവൈഡഡ് ബൈ ER പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടെ ആര് ഫ്ലോ ഉണ്ട്? കറണ്ട് ഉണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ ഈ R ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ? ആറിൽ കൂടി കറണ്ട് ഉണ്ടല്ലോ. ഈ ആറിൽ കൂടി ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായാലും ഈ ആറിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണും. അപ്പോൾ ഈ EMFൽ നിന്ന് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I'∗R ആണ്. അത് മൈനസ് ചെയ്ത് എന്താണോ അതാണ് ഇപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായിരിക്കും ഇവിടെ മറ്റൊരു പോയിന്റ് ഡിക്ക് അക്രോസ് കിട്ടുക. അപ്പോൾ സെക്കൻഡ് കേസിൽ V എന്ന് പറയുന്ന ഡ്രോപ്പ് അത് EMFനെക്കാളും കുറവ് കിട്ടും. അതാണ് VAD. ചോദിച്ചോ. നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ഈ ബാലൻസിങ് ലെങ്ത് വരുന്നതിന്റെ ആ പോയിന്റ് ചേഞ്ച് ആവും. കാരണം EMFനെക്കാളും കുറവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുക. ആ സമയത്ത് EMFനെക്കാളും കുറവായതുകൊണ്ട് ആ സമയത്തുള്ള ബാലൻസ് ലെങ്ത് C നേരത്തെ ഇവിടെ വരങ്ങാനായിരുന്നു, സീനേക്കാളും കുറവ് കിട്ടും. അപ്പം V പ്രൊപ്പോർഷണൽ ടു മറ്റൊരു ബാലൻസ് ലെങ്ത് ആയ L2 എന്ന് കിട്ടും. ആ V കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാണ് Vയുടെ വാല്യൂ. ഈ മൈനസ് ഇതിൽ കൂടുതൽ കറണ്ട് ഇൻറ്റു ഇവിടുത്തെ ഇൻറ്റേർണൽ I' ഇവിടെ ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആ I' ഇൻറ്റു ഈ ക്യാപിറ്റൽ R ചെയ്താലും നമുക്ക് ആ Vയുടെ വാല്യൂ കിട്ടും. അപ്പോൾ V കിട്ടി, L1 കിട്ടി. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. E മൈനസ് V ബൈ V ദ ഹോൾ ഇൻറ്റു R എന്നാണ് പഠിച്ചേക്കണേ. അവിടെ ഈക്കും വിക്കും ഈ പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. E എന്ന് പറയുന്നത് KL1 ആണ്, V എന്ന് പറയുന്നത് KL2 ആണ്, ബൈ Vയുടെ വാല്യൂ KL2 ആണ്, ഇൻറ്റു R വരും. എല്ലാ Kയും ക്യാൻസൽ ആവും. അപ്പോൾ L1 മൈനസ് L2 ബൈ L2 ഇൻറ്റു R വരും. പ്രണവ്. ഹലോ സർ. പറഞ്ഞോളൂ പ്രണവ്. മീറ്റർ ബ്രിഡ്ജിലെ കൺസെപ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ സാർ ഒന്നുകൂടെ? മീറ്റർ ബ്രിഡ്ജിൽ ഏതാടാ സാർ? ആ ഒരു ജസ്റ്റ് സാർ ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി സാർ. ഞാൻ കണക്ഷൻ ഒന്ന് ഇതായി പോയി. അതായത് മീറ്റർ ബ്രിഡ്ജിന്റെ ഏത് കൺസെപ്റ്റാണ് ഉദ്ദേശിച്ചത്? മീറ്റർ ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ സാർ. മീറ്റർ ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അത് ഒരു ലെഫ്റ്റ് ഗ്യാപ്പ് റൈറ്റ് ഗ്യാപ്പോ അതറിയാലോ. ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, റൈറ്റ് ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. അപ്പോൾ സെൻട്രലിലൊരു ഗാവനോമീറ്റർ ജോക്കി കണക്ട് ചെയ്തു. ഇവിടെ മീറ്റർ ബ്രിഡ്ജ് വയർ പ്രസന്റ് ആണ് AB. അപ്പോൾ നമ്മൾ IJ 0 ആക്കുന്ന പോയിന്റ് C എന്ന് കിട്ടിയാൽ ഇതാണ് ബാലൻസ് ലെങ്ത് L, ബാക്കിയുള്ള ലെങ്ത് 100 മൈനസ് L ആണ് എന്ന് വരും. പിന്നെ ഇവിടെ വരുന്നത് ആരാ? പൊട്ടൻഷ്യൽ മീറ്ററിന്റെ കൺസെപ്റ്റ് അല്ലേ, സോറി വീസ്റ്റൺ ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് അല്ലേ? അതാരാ? മുകളിലുള്ള റേഷ്യോ X/R എന്ന് പറയുന്നത് താഴത്തെ റേഷ്യോ L/100 മൈനസ് L ഈക്വൽ ആയിരിക്കും. ഇതല്ലേ മീറ്റർ ബ്രിഡ്ജിലുള്ളൂ. മീറ്റർ ബ്രിഡ്ജിൽ ആയിട്ട് ഇക്വേഷനെ പഠിക്കാനുള്ളൂ കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക. ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് ഈ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഈ ഇക്വേഷൻ തന്നെ രണ്ട് കൺസെപ്റ്റുകളെ ജോയിൻ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ പഠിക്കാനില്ല. ഓക്കെ. ഹരി പറഞ്ഞോളൂ. നോഡൽ എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ കൺസെപ്റ്റ് പോരെ? അത് നോഡൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സർക്യൂട്ട് എടുക്കുക. നമ്മൾ ആ സർക്യൂട്ടിൽ എത്ര സെല്ലുണ്ടോ, എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ, അതിലേതെങ്കിലും ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ. ഇത് 10 വോൾട്ട് സെല്ല് ഞാൻ എടുത്തു, ഇത് 20 വോൾട്ട് സെല്ലെന്ന് എടുത്തു, ഇതൊരു 2 ohm, ഇതൊരു 5 ohm. വാട്ടർ മേ ബി ദ കൺസെപ്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പക്ഷേ എർത്തുള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ എർത്ത് തന്നെ റെഫറൻസ് പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു റെഫറൻസ് പോയിന്റ് നിങ്ങൾ ഇഷ്ടമുള്ളത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസ് പോയിന്റ് നിങ്ങൾക്ക് 0 വോൾട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനനുസരിച്ച് ബാക്കിയുള്ള പോയിന്റുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണമെന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷേ എർത്ത് വന്നാൽ എർത്തിന് 0 വോൾട്ട് കൊടുക്കണം. തനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് പറയൂ.
ഒരു റെഫറൻസ് പോയിന്റ് 10 വോൾട്ട്. 10 വോൾട്ടിൻ്റെ എവിടെ? നെഗറ്റീവ് വേണോ പോസിറ്റീവിൽ വേണോ? 20 വോൾട്ടിൻ്റെ പോസിറ്റീവിൽ വേണോ? അതെനിക്ക് ഇഷ്ടപ്പെട്ട് പറയാം. 10 വോൾട്ടിന്റെ പോസിറ്റീവ് ഇവിടെ അതെ സർ. ഈ പോയിന്റ് ഞാൻ റെഫറൻസ് ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ റെഫറൻസ് പൊട്ടൻഷ്യൽ എനിക്ക് എന്ത് എടുക്കണം? ആ റെഫറൻസിലുള്ള പൊട്ടൻഷ്യൽ 0 വോൾട്ട് എന്ന് എടുത്തു. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് 0 വോൾട്ട് ആണെങ്കിൽ നമുക്കറിയാം ഈ 10 വോൾട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സെല്ല് ഏത് 2 പോയിന്റിന് അക്രോസ് ആണോ കണക്ട് ചെയ്യുന്നത് ആ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര കിട്ടണം? ആ സെല്ലിൻ്റെ EMFനോട് സെയിം ആവണ്ടേ? ആ. അപ്പോൾ 10 വോൾട്ടിൻ്റെ പോസിറ്റീവ് 0 വന്നു. അപ്പോൾ 10 വോൾട്ടിന് നെഗറ്റീവിൽ എത്ര കിട്ടും പൊട്ടൻഷ്യൽ? -10 വോൾട്ട് കിട്ടും. അത്രേ ഉള്ളൂ. -10 വോൾട്ട് കിട്ടി. അപ്പോൾ 20 വോൾട്ടിൻ്റെ പോസിറ്റീവിൽ എത്ര കിട്ടും? 20 വോൾട്ട് പ്ലസ് വരും. ശരിയാണോ? ഇത് 20 ആണെങ്കിൽ ഇവിടെ ആരാ? 20 വോൾട്ട്. ഇവിടെ ആരാ? -10 വോൾട്ട്. ഇവിടെ -10 വോൾട്ട്. ഇതാണ് നോഡൽ അനാലിസിസ്. ഇനി ഈ 5 ഓമിൽ കൂടി കറണ്ട് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? ഹയർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ ആരാ? 20 അല്ലേ? ഇപ്പോൾ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആരാ? 20 മൈനസ് 30 വരും ഇല്ലേ? ആ 30 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 6 ആംപിയർ കറണ്ട് വരും. അതുപോലെ ഇതിൻ്റെ ഈ സൈഡിൽ 0, ഇവിടെ -10, ഹയർ പൊട്ടൻഷ്യൽ 0 ആണ്. കറണ്ട് ഇങ്ങോട്ടാണ്. 0 മൈനസ് -10 10 വോൾട്ട് ബൈ 2 ഇത് 5 ആംപിയർ വരും. ഈ 5ഉം 6ഉം കൂടി ഇത് 11 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും റെഫറൻസ് പോയിന്റ് കൺസിഡർ ചെയ്ത് 0 കൊടുക്കുക. ബാക്കി പൊട്ടൻഷ്യൽ ഈ സെല്ലിൻ്റെ EMF നോക്കിക്കൊണ്ട് മാറ്റി മാറ്റി എഴുതുക. പക്ഷേ എർത്ത് വന്നു കഴിഞ്ഞാൽ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ. അപ്പോൾ ആരും ഡൗട്ട് വെച്ചായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.